اوكي شكرا. السلام عليكم ورحمة الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അപ്പോൾ ഈ ഒരു സെക്ഷനിലെ അറൂലിൻ്റെ നോട്ടുകൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. കാരണം സമയം അത്രയും വിലപ്പെട്ടതാണ്, ഒരു വിലപ്പെട്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്ഷനിൽ ക്വസ്റ്റ്യൻ ഒന്നും PVQ ഒന്നും ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞാൻ വേറൊരു PPT ആയിട്ട് തന്നെ സെപ്പറേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്ക് മാക്സിമം ഇത് ഇപ്പോൾ അറൂൽ അറിയാം, നമ്മൾ കത്തൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമുക്കതിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അത്യാവശ്യം ഒരുപാട് കണ്ടന്റുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കഴിഞ്ഞ UP എക്സാമിനൊക്കെ തന്നെ ചോദിച്ച, പലരും പ്രതീക്ഷിക്കാതെ പോയി ഒരുപാട് അബദ്ധപ്പെട്ടു പോയ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണിത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു എക്സാമിൽ ഏകദേശം 7ഓളം ചോദ്യം അറൂലിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ക്ലാസ് തുടങ്ങിയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ചർച്ച ചെയ്യുന്ന വിഷയം അൽ അറൂലാണ്. അറൂൽ. ഈ ഒരു അറൂൽ എന്ന പദം കലിമത്തുൻ മുഅന്നസ, സ്ത്രീലിംഗ പദമാണ്. അറൂൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീലിംഗ പദമാണ്. കണ്ടാല് മുദക്കറായിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഈ പദം മുഅന്നസാണ്. അത് ആദ്യമേ ശ്രദ്ധിക്കാം. എന്താണ് ഇൽമു അറൂൽ എന്ന് പറഞ്ഞാൽ? യുഅറഫു ബിഹി സ്വഹീഹ ഔസാൻ അശ്ശഅരി അറബി മിൻ ഫാസിദിഹ. ഒരു കവിത, അത് കവിത ആയിട്ട് കണക്കാക്കണമെങ്കിൽ അതിന് ഒരു മീറ്റർ ഉണ്ട്, ഒരു അളവുകോലുണ്ട്. അപ്പൊ അതിനുള്ള അളവുകോലാണിത് അറൂൽ എന്ന് പറയുന്നത്. ഈ അളവുകോല് വെച്ച് നമുക്ക് യഥാർത്ഥ കവിതകളെ മോശമായ അഥവാ യഥാർത്ഥമല്ലാത്ത കവിതയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് അറൂൽ, ഇൽമുൽ അറൂൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നുകൂടെ വായിക്കാം. ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. യുഅറഫു ബിഹി സ്വഹീഹ ഔസാൻ അശ്ശഅരി അറബി മിൻ ഫാസിദിഹ. ഇനി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണുന്നില്ലേ? ആദ്യം ഒരു മീസാന്റെ ഒരു ചിത്രം കാണാം, പിന്നെ ഒരു കഅബയുടെ ചിത്രം കാണാം, പിന്നീട് ഒരു വഴി അഥവാ മലയിലുള്ള വഴിയാണ് ഇവിടെ കാണിക്കുന്നത്, പിന്നെ ഒരു ഒട്ടകത്തെയും കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒരു നോട്ടായിട്ട് ഞാൻ എഴുതാത്തത്, നമ്മുടെ മനസ്സിൽ ഇത് നിന്നാൽ മാത്രം മതി. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ അറൂൽ എന്ന പദത്തിന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് അർള് എന്നുള്ള ഒരു പദം. അർള് നിന്നാണ് അറൂൽ വന്നത് എന്ന് പറയുന്നുണ്ട്. അർള് എന്ന് വെച്ചാൽ നമ്മൾ പ്രകടിപ്പിക്കുക, അതിനെ തുലാസിൽ തൂക്കി നോക്കുക. അപ്പൊ അങ്ങനെ അത്തരത്തിൽ നോക്കുമ്പോൾ അറൂൽ എന്ന പദം ഇതിന് ആപ്റ്റാണ്. അപ്പൊ ഏറ്റവും സ്വീകാര്യോഗ്യമായ പദവും ഇത് തന്നെയാണ്. അർള് നിന്നാണ് അറൂൽ വന്നതെന്നാണ് ഭൂരിപക്ഷമായിട്ടുള്ള പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതായത് നമ്മൾ ഈ വസ്ന് അനുസരിച്ച് നമ്മൾ ഇതിനെ ഇങ്ങനെ തൂക്കി നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ത്രാസിൽ നോക്കുന്നത് പോലെ, അളവുകോല് വെച്ച് നോക്കുന്നത് പോലെ തന്നെ ചെയ്യുന്നതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഇതുകൊണ്ട് അറൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണെന്ന് പറയുന്നുണ്ട്. കഅബയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്, അതിനോടുള്ള ആദരസൂചകമായിട്ട്. കാരണം ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി മക്കയ്ക്കും തോയിഫിനും ഇടയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒരാള് ചുറ്റിയ കൊണ്ടിങ്ങനെ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം അതിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് എന്തുകൊണ്ട് എനിക്ക് കവിതയെ ഇങ്ങനെ കീറി മുറിച്ചുകൂടാ എന്ന് ചിന്തിക്കുകയും പിന്നീട് ഈ വസ്നുകളെയെല്ലാം, ഈ ബഹറുകളെയെല്ലാം അദ്ദേഹം കണ്ടെത്തുന്നത്. അപ്പോ ആ ഒരു അറിവ് കണ്ടെത്തിയത്, അപ്പോൾ ആ ഒരു സ്ഥലത്തെ ഉള്ള ആദരസൂചകമായിട്ടാണ് അറൂൽ എന്നുള്ള പദം നൽകിയെന്ന ഒരു അഭിപ്രായമുണ്ട്. പിന്നീട് മൂന്നാമത്തെ ചിത്രം നോക്കൂ. അറൂൽ എന്നാൽ മലയിലൂടെയുള്ള ചെറിയ ചെറിയ വഴികളുണ്ട്, ത്വരീഖുകളുണ്ട്. അപ്പോൾ അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് വഴിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? കാരണം നമ്മുടെ കവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ അറബി സാഹിത്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വലിയൊരു വഴിയാണ് കവിത എന്ന് പറഞ്ഞാൽ. അപ്പോൾ പർവ്വതത്തിലേക്ക് എത്തിച്ചേർന്ന പോലെ, ഇപ്പൊ പർവ്വതം എന്ന് വെച്ചാൽ വലിയൊരു പ്രയാസപ്പെട്ടൊരു സംഗതിയാണ്. അപ്പൊ അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് ബഹർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു അഭിപ്രായം,
അന്നാഖത്ത് സഅബ എന്നാണ്, അഥവാ കഷ്ടപ്പെടുന്ന ഒട്ടകം. അതായത് ഇപ്പൊ ഒരു ഒട്ടകം ഉണ്ടോ, കഷ്ടപ്പെട്ട് ആ മണ്ണിൽ കൂടി കയറുന്ന ഒരു ഇത്. ഇതൊരു വൈറലായ ഒരു വീഡിയോ ഞാൻ കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗമാണ്, സ്ക്രീൻഷോട്ട് എടുത്തൊരു ഭാഗമാണ്. അപ്പോ അറൂൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടതാണെന്നാണ് അത് അർത്ഥാക്കുന്നത്. അത് ഒരു അർത്ഥമാണ്. അപ്പോൾ ഇതിൽ പ്രബലമായ അർത്ഥം, പിന്നെ ഒരു അർത്ഥം കൂടി പറയുന്നുണ്ട്, ജാനിബ് എന്നൊരർത്ഥം, ഒരു സൈഡ് അഥവാ അദബിന്റെ ഒക്കെ ഒരു ഭാഗമാണ് അറൂൽ. അപ്പൊ ഈ ഒരു അഭിപ്രായം കൂടിയുണ്ട്, അത് അതിൽ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോ ഈ ഇത്രയും വിശേഷണങ്ങളാണ്, ഇത്രയും ഇതാണ് പേര് വരാനുള്ള കാരണമായിട്ട് പലരും പറയുന്നത്. അതിൽ ഏറ്റവും പ്രബലമായത് എന്താണ്, അർലിൽ നിന്നാണ് അറൂൽ വന്നത് എന്നാണ്. ക്ലിയർ അല്ലേ? അടുത്ത സ്ലൈഡിലേക്ക് പോകാലോ. യെസ്, ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് വസ്തുതകളാണ്. അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി അൽ അസ്ദി അൽ ബസ്രി, ഇതൊരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇൽമുൽ അറൂദ് സ്ഥാപിച്ചത് ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദിയാണ്. അപ്പോൾ അതൊരിക്കലും മറക്കരുത്. ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അൽ ഫറാഹിദി എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഫറാഹിദിയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ്, അവ്വലു മുഅ്ജമിൻ ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിലെ ഫസ്റ്റ് ഡിക്ഷണറി ആരുടെയാണ്? ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദിയുടെ കിതാബുൽ ഐൻ എന്നുള്ളതാണ്. ഐൻ ഒരു അറബി അക്ഷരം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിക്ഷണറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ടയുടെ അങ്ങേ അറ്റത്ത് നിന്ന് അഥവാ ഇങ്ങനെ പുറത്തേക്ക് വരെ എത്തി നിൽക്കുന്ന വിധത്തിലാണ്, ആ ഉച്ചാരണം അനുസരിച്ചാണ് ആ അറബി ഡിക്ഷണറിയിലെ ഓരോ പദങ്ങളെയും ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, തുടക്കത്തിൽ നമ്മുടെ ഐനാണ് ഏറ്റവും അങ്ങേയറ്റം, തൊണ്ടയുടെ അങ്ങേയറ്റം ഐനാണ്. അപ്പോൾ ആ ഐനിൽ നിന്ന് തുടങ്ങി നമ്മുടെ ചുണ്ടിന്റെ ഇങ്ങേ അറ്റത്ത് നിന്ന് നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരത്തിലേക്ക്, അതായത് മീം പറയുമ്പോൾ നമ്മുടെ നനയാത്ത ചുണ്ടിന്റെ ഭാഗമല്ലേ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഐൻ മുതൽ മീമിൽ അവസാനിക്കുന്ന ആ ഒരു രീതിയിലാണ് അത് ക്രോഡീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കിതാബുൽ ഐൻ എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ഡിക്ഷണറി, അവ്വൽ മുഅ്ജമിൻ ഫിൽ ലുഗത്തിൽ അറബിയ. ക്ലിയർ അല്ലേ? അടുത്തത്, പലരുടെ മനസ്സിൽ ഇത് കിടന്നിട്ടാണ് ഈ ഓപ്ഷനിൽ എത്ര ബഹറുകളാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഈ ഹംസത്ത് അഷറ കാണും, പിന്നെ അവിടെ ഓപ്ഷനിൽ സിത്തത്ത് അഷറ ഉണ്ടാവും, അതോടൊപ്പം അർബ അഷറ 14 ഉണ്ടാവും. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ 14 ബഹറെന്നും 15 ആഡ് ചെയ്തതെന്നും പലർക്കും മനസ്സിൽ തോന്നും. പക്ഷേ 15 ബഹറുകൾ ഒന്നുകൂടി ആഡ് ചെയ്ത് 16 ആക്കി. അങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്. 15 ബഹറായിരുന്നു. അത് ആദ്യം കണ്ടുപിടിച്ചത് അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദിയാണ്. അതായത് വാദിഉ ഇൽമുൽ അറൂൽ എന്നറിയപ്പെടുന്ന അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി. പിന്നീടാണ് ഇദ്ദേഹത്തിനാണ് അൽ അഖ്ഫഷ് അൽ ഔസത്ത്. അഖ്ഫഷ് എന്ന് മാത്രം പറയില്ല, കാരണം വേറെ ഒരു അഖ്ഫഷിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്, അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ അൽ അഖ്ഫഷ് അൽ ഔസത്ത് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അഖ്ഫഷ് അൽ ഔസത്ത് എന്ന് പറയുന്ന ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദിയുടെ ശിഷ്യനാണ്. അവസാനത്തെ ബഹർ കണ്ടെത്തിയത് അൽ മുത്തദാറക്. തദാറക് അൽ അഖ്ഫഷ് അൽ ഔസത്ത് അൽ ബഹർ അൽ അഖീർ വഹുവ അൽ മുത്തദാറക്. മുത്തദാറക് എന്ന് പറയുന്ന അവസാനത്തെ ബഹർ. അപ്പൊ എത്ര ബഹറായി? ടോട്ടല് 16 ബഹറുകളായി. അപ്പൊ ഈ പേജിൽ നമ്മൾ പറഞ്ഞ കാര്യം, ഇദ്ദേഹം ബസ്രക്കാരനാണ്. പിന്നെ അസ്ദ് ഗോത്രമാണ്. ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹിദി. വാദിഉ ഇൽമുൽ അറൂൽ ഖലീൽ ഇബ്നു അഹ്മദ് ആണ്. ഇദ്ദേഹത്തിന്റെ ഡിക്ഷണറിയുടെ പേരാണ് കിതാബുൽ ഐൻ. അത് അറബി ഭാഷയിലെ തന്നെ ആദ്യത്തെ ഡിക്ഷണറിയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് സ്പീഡിന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കവർ ചെയ്യാനുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ സ്ലോയിൽ പോയാൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് റിപ്ലൈ, അത് നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്. കാരണം ടൈപ്പ് ചെയ്തിട്ട് വരുമ്പോൾ പകുതി ഭാഗം മിസ്സാവും എന്നൊക്കെ പേടിയൊക്കെ മനസ്സിലുണ്ടാവും. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. മാക്സിമം ക്ലാസ് ഫുള്ള് കേട്ടിരുന്നതിന് ശേഷം ഒരു PYQ സമയമുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇവിടെ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ അയച്ചു തരും. അപ്പൊ അത് നിങ്ങൾ ഒരു പേപ്പറിലോ മറ്റോ എഴുതി എത്രത്തോളം ആൻസർ കറക്റ്റ് ആവുന്നുള്ളത് നോക്കുക. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ കുറെ പേര് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറിയില്ലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും പറയുമ്പോൾ അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ എന്നൊരു തോന്നൽ ആദ്യമേ വരും. അങ്ങനെ വേണ്ട. ഇൻഷാല്ലാ മാക്സിമം എല്ലാം നമുക്ക് പഠിക്കാം, പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ ഈ ഇതും ക്ലിയർ ആണെങ്കിൽ അടുത്ത പേജിലേക്ക് പോവാം.
യെസ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട പഠിക്കാനുള്ളത് ഈ ബഹറിലെ ബഹർ എന്ന് പറയുന്നത് അതൊരു അളവുകോലാണ് നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ. അപ്പൊ ബൈത്തില് ഒരു കവിതയില് ആ വരികൾ ഉണ്ടായിരിക്കുന്നത് തഫൈലത്തുകൾ കൂടി ചേർന്നതാണ്. തഫൈലത്തുകൾ അഥവാ ഓരോ യൂണിറ്റുകൾ, ചെറിയ തഫൈലത്തു ഹിയൽ വഹദത്തുൽ മുസിഖിയ, അത് സംഗീതാത്മകമായ ഒരു യൂണിറ്റുകളാണ് ഫിൽ ബഹരി, ഓരോ കവിതയിലും. അതത് തഫൈലാത്ത്, അതിന്റെ എണ്ണം, തഫൈലാത്തുകളുടെ എണ്ണം എത്രയാണ്? സമാൻ, 8ആണ്. 8 തഫൈലത്തുകളുണ്ട്. അപ്പോ നിങ്ങൾ ചിലപ്പോ ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ എന്തായിരിക്കും കാണുന്നത്? 10 തഫൈലത്ത് എന്ന് കാണും. പക്ഷെ അത് രണ്ടും ഉച്ചാരണത്തിൽ ഒരേപോലെയാണ്. എഴുത്തിൽ ഖത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് അക്ഷരയാവുന്നത്. അല്ലാതെ PSC യുടെ ക്വസ്റ്റ്യൻ സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവാണെന്ന് പറയുന്ന ഒരാളെ. അപ്പോ PSC യുടെ ചോയ്സ് അനുസരിച്ച് 8 തഫൈലത്തുകളാണ് കേട്ടോ. 8 തഫൈലത്ത് തന്നെയാണ്. അപ്പോ അദദ് തഫൈലാത്ത് സമാൻ. ഏതൊക്കെയാണത്? ഫഊലുൻ, ഫാഇലുൻ, മഫാഇലുൻ, മുതഫാഇലുൻ, മുസ്തഫഇലുൻ, ഫാഇലാത്തുൻ, മുഫാഅലത്തുൻ, മഫഊലാത്തു. ക്ലിയർ അല്ലേ? ഫഊലുൻ, ഫാഇലുൻ, മഫാഇലുൻ, മുതഫാഇലുൻ, മുസ്തഫഇലുൻ, ഫാഇലാത്തുൻ, മുഫാഅലത്തുൻ, മഫഊലാത്തു. ഇത് 8 ഇങ്ങനെ തന്നെ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ഒരു ചെറിയൊരു കാര്യം ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ലുന്നിൽ തുടങ്ങുന്നത് ആദ്യം ഞാൻ എഴുതി ഒരു ഓർഡറിൽ നിങ്ങളുടെ മനസ്സിൽ കിടക്കാൻ വേണ്ടി. ഫഊലുൻ, ഫാഇലുൻ, മഫാഇലുൻ, മുതഫാഇലുൻ, മുസ്തഫഇലുൻ. പിന്നെ തുന്നിൽ തുടങ്ങുന്ന 2 ഫാഇലാത്തുൻ, മുഫാഅലത്തുൻ. പിന്നീട് അവസാനം ഒറ്റയ്ക്ക് നിൽക്കുന്നത് മഫഊലാത്തു. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എടുത്തല്ലോ. അടുത്തതിലേക്ക് പോവാം. യെസ്. ഇനി നമ്മളിങ്ങനെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, നമ്മൾ ആദ്യം എന്താ ചർച്ച ചെയ്തത്? ബഹറിനെ പറ്റി ചെറിയൊരു ചർച്ച ചെയ്തു. പിന്നീട് ബൈത്തിനെ പറ്റി ചെറിയൊരു ചർച്ച ചെയ്തു. ബൈത്തിന്റെ ഭാഗം, ബൈത്ത് എന്ന് വെച്ചാൽ ഒരു വരിയാണ് ഉദ്ദേശിക്കുന്നത്, പൂർണ്ണമായ ആശയം കിട്ടുന്ന ഒരു വരി. ആ വരിയിലെ തഫൈലത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അഥവാ ഓരോ മ്യൂസിക്കൽ അഥവാ സംഗീതാത്മകമായ യൂണിറ്റുകളെ നമ്മൾ ചർച്ച ചെയ്തു. അതാണ് ഇനി അടുത്ത മൈൻഡ് മാപ്പിംഗ് ഉണ്ടാവണം. ഒരു മൈൻഡിൽ ഇങ്ങനെ ഒരു മാപ്പ് ഉണ്ടാവണം ഈ പറഞ്ഞതെല്ലാം. ആ തഫൈലത്തുകൾ എത്ര എണ്ണമാണ്? 8. ഓക്കെ, 8ആണ്. അപ്പൊ 8 തഫൈലത്തുകളെ എങ്ങനെയാ ഈ 8 തഫൈലത്തുകൾ രൂപപ്പെടുന്നതെന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ പാർട്ടുകൾ കൊണ്ടാണ്. അഥവാ അജ്സ തഫൈല, ചെറിയ ചെറിയ പാർട്ടുകൾ കൊണ്ടാണ് ഈ ഒരു ബൈത്ത് അഥവാ ബൈത്തിന്റെ തഫൈലത്ത് രൂപപ്പെടുന്നത്. പിന്നീട് ആ തഫൈലത്തിന്റെ ഭാഗങ്ങളാണ് അത്തഫൈലാത്തു തതഅല്ലഫു മിൻ അസ്ബാബിൻ വ ഔതാദിൻ വ ഫവാസിൽ. അസ്ബാബുകൾ, ഔതാദുകൾ, ഫവാസിലുകൾ ഇതെല്ലാം ചേർന്നാണ് തഫൈലത്ത് രൂപപ്പെടുന്നത്. ഒരു തഫൈലത്ത് രൂപപ്പെടുന്നത് അതിൽ ചിലപ്പോൾ അസ്ബാബ് ഉണ്ടാവും, അതായത് സബബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഔതാദ് വത്തത് ഉണ്ടാകും, അല്ലെങ്കിൽ ഫവാസില് ഫാസിലത്ത് ഉണ്ടാകും. ഓർത്തിടാൻ വേണ്ടിയാണ് ഹൈമ അഥവാ ടെന്റിലെ ടെന്റിന്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പൊ ടെന്റ് നമ്മൾ നോക്കിയാൽ തന്നെ നമ്മൾ മനസ്സിലാക്കാം. ടെന്റ് എന്ന് പറയുമ്പോൾ ഒരു നല്ല ഉറപ്പുള്ള മരുഭൂമിയിലൊക്കെ നമുക്ക് കാണാം, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കെട്ടി പാർക്കുന്നതാണ്. പക്ഷെ അതിനെ അങ്ങനെ കെട്ടുറപ്പോടെ നിൽക്കാൻ അതിനെ സഹായിക്കുന്ന കുറെ ഭാഗങ്ങളുണ്ട് അല്ലെ? നടുക്ക് ഇപ്പൊ ഇവിടെ കാണാം ടെന്റ് പോൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ ഒരുപാട് ചെറിയ 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 ഇതുണ്ട്, പെഗ്സ് ഉണ്ട്. പെഗ്സ് ആണ്, പെഗ് ഉണ്ടോ ഇങ്ങനെ ഇതാക്കി, അതാണ് വത്തത് എന്ന് പറയുന്നത്. ഔത്താദ്, യെസ്, വത്തത് എന്ന് വെച്ചാൽ നമ്മുടെ ആണികൾ പോലെ ഇങ്ങനെ ഉറപ്പിക്കുന്ന സാധനം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ടെന്റ് നിലനിൽക്കൂ. അതുപോലെ തന്നെ ഒരു തഫൈലത്ത് ചേരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബഹർ അത് പൂർണ്ണമാവണമെങ്കിൽ, ഒരു ബൈത്ത് പൂർണ്ണമാവണമെങ്കിൽ അതില് തഫൈലത്ത് വേണം. തഫൈലത്ത് വേണമെങ്കിൽ തഫൈലത്തില്
ഈ അജ്സാകൾ വേണം. അജ്സാകൾ എത്ര എണ്ണമാണ്? 3 എണ്ണമാണ്. സബബ്, വത്തത്, ഫാസില. അപ്പൊ ഇത് 3 ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിനെ പറ്റി എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാം, നോക്കാം. ഇത് ക്ലിയർ അല്ലേ? أجزاء التفعيلة. التفعيلات تتألف من أسباب وأوتاد وفواصل. അപ്പോൾ ഈ തഫ്ഈലത്തുകൾ രൂപപ്പെടുന്നത്, തതഅല്ലഫു ചേരുന്നത് എന്തൊക്കെയാണ്? അസ്ബാബുകൾ. അസ്ബാബ് സബബിന്റെ ബഹുവചനമാണ്, ജംആണ്. വത്തദിന്റെ ജംആണ് ഔതാദ്. ഫാസിലത്തിന്റെ ജംആണ് ഫവാസിൽ. അപ്പൊ ഇത് ഞാൻ ഉൾപ്പെടുത്താൻ കാര്യം, ഇൻ കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് ചിലപ്പോ ഫാസിലത്ത് ചോദിച്ചാൽ നമ്മൾ ഫാസിലാത്ത് എന്നൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്. ഫാസിലാത്ത് എന്നൊക്കെ ആയിപ്പോകും ചിലപ്പോൾ. അതിൽ ഓപ്ഷനിൽ അങ്ങനെ ഉണ്ടാവും, ഫാസിലാത്ത് എന്നും ഉണ്ടാവും. വത്തത്, അപ്പം വത്തത് ഔത്താദാണ്, സബബ് അസ്ബാബാണ്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാനാണ് ഞാൻ ഇതുകൂടി എഴുതിയത്. ഇനി സബബിനെ, സബബ് എന്ന് പറഞ്ഞാൽ അസ്സബബു ഹർഫാൻ, അസ്സബബു ഹർഫാൻ, അസ്സബബു ഹർഫാൻ, 2 ഹർഫുകൾ ചേരുന്നതാണ് സബബ് എന്ന് പറയുന്നത്. ആ സബബ് തന്നെ 2ആയിട്ട് തിരിയുന്നുണ്ട്. 2ആയിട്ട് സബബിനെ നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ സബബ് അഥവാ 2 അക്ഷരമുള്ള ആ ഹർഫിനെ, ഒന്നാമത്തേനെ സബബുൻ ഖഫീഫ് എന്ന് പറയാം. ഖഫീഫ്, ഖഫീഫ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ ലഘു ആയത് എന്നുള്ളത്. യതഅല്ലഫു, ഈ സബബുൻ ഖഫീഫിൽ എന്തൊക്കെയുണ്ട്? ഹർഫൈൻ, നമ്മൾ പറഞ്ഞു 2 സബബിലും ഈ സബബ് 2 വിഭാഗമാണെന്ന് പറഞ്ഞു. ആ സബബില് 2 അക്ഷരങ്ങളാണെന്നും പറഞ്ഞു. അപ്പോ സബബുൽ ഖഫീഫില് 2 അക്ഷരങ്ങളാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഒന്നാമത്തത് മുത്തഹരിക്കാണ് അഥവാ ഹറക്കത്തുള്ളതും, ഫസാക്കിൻ പിന്നീട് വരുന്നത് സുക്കൂൻ ഉള്ളതുമാണ്. ഒന്നാമത്തത് ഹറക്കത്ത്, രണ്ടാമത്തത് സുക്കൂൻ. ഏതുപോലെ? മൻ, മീമ് ഹറക്കത്തുള്ള അക്ഷരമാണ്, അതിന് ഫത്ഹത്തുണ്ട്, അതുകൊണ്ട് ഹർക്കത്താണെന്ന് പറയാം. സുക്കൂൻ ഹർക്കത്ത് സാക്കിനാണ്. സാക്കിൻ എന്ന് പറയാൻ കാര്യം അതിനെ നമ്മൾ ഹർക്കത്തായിട്ട് കണക്കാക്കുന്നേ ഇല്ല. അപ്പോ മൻ, അതുപോലെ ഹൽ, ഇതെല്ലാം അൻ, ഇതെല്ലാം അതിന് ഉദാഹരണമാണ്. വേറെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാവോ? മൻ, ഹൽ, അൻ, ഇൻ, ലം, വെരി ഗുഡ്, ലൻ, ഫി, ബൽ, ല, കുൻ, അം, കൈഫ വരില്ല, കുൽ വരും, കൈ വരും, നം, വെരി ഗുഡ്, കം, യെസ്, കുൽ, കഴിക്കുന്നുള്ള കുൽ, യെസ്. ഇനി ക്ലാസ്സിലേക്ക് മടങ്ങി വന്നാണ്. അപ്പോ ഇതെല്ലാം ഖഫീഫിന്റെ ഉദാഹരണങ്ങളാണ്, സബബുൻ ഖഫീഫ്. ഇനി നമ്മുടെ ഇടതുവശത്തേക്ക് നോക്കിയേ, സബബുൻ സഖീൽ. സഖീൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കുറച്ച് കട്ടിയുണ്ട്. അതായത് യതഅല്ലഫു മിൻ ഹർഫൈൻ, ഇത് 2 ഹർഫൈൻ തന്നെയാണ്. പക്ഷേ ഒന്നാമത്തെ പ്രത്യേകത മുത്തഹരിക്കും ഫസാക്കിൻ, മുത്തഹരിക്കുമാണ് സാക്കിനുമാണ്. രണ്ടാമത്തതില് 2 മുത്തഹരിക്കാണ്, മുത്തഹരിക്കൈനി, 2 മുത്തഹരിക്കാണ്. ഏതുപോലെ? ലക, ബിക. കുറച്ച് ഉദാഹരണം പറയാവോ? തറ, യെസ്, ക, ലക, അറ, ബിമ, ഹുവ, ബിക്ക, ലഹു. അല്ല, ലഹു വരൂല കേട്ടോ. അതിനൊരു കാര്യമുണ്ട്, ഞാൻ പറയാമേ. അത് എന്താണെന്ന്, ലഹുവിന്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. ലഹു നമുക്ക് കാണുമ്പോ ജസ്റ്റ് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോ. ലഹു നമുക്ക് കാണുമ്പോൾ എന്ത് തോന്നും? അത് ലഹു കാണുമ്പോൾ നമുക്ക് തോന്നും അത് 2 അക്ഷരമേ ഉള്ളൂ. പക്ഷേ ലൊമീർ, അതായത് ലഹു, ബിഹി, ഇങ്ങനെയുള്ള ആ ഒരു ഹാന് ശേഷം ഒരു മദ്ദുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അതുകൂടി എഴുതണം. അത് ലാസ്റ്റ് പേജിൽ ഞാൻ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ സബബുൻ ഖഫീഫ്, സബബുകൾ 2 എണ്ണമാണ്. സബബ് എന്ന് പറഞ്ഞാൽ തന്നെ 2 അക്ഷരവുമാണ്. ഈ സബബിനെ ഒന്ന് സബബുൻ ഖഫീഫ് എന്നും
ഒന്നിനെ സബബുൻ സഖീൽ എന്നും തിരിക്കുന്നു. അതിൽ സബബുൻ ഖഫീഫ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് മുത്തഹരിക്കും രണ്ടാമത്തത് സാക്കിനും. അടുത്തത് സബബുൻ സഖീൽ എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരങ്ങളും ഹർക്കത്തുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 3 കാര്യങ്ങളാണുള്ളത്. ഇപ്പൊ നമ്മൾ സബബിനെ പറ്റി ചർച്ച ചെയ്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഔത്താദാണ്. യെസ്, വത്തദ്. അൽ വത്തദ് എന്ന് പറഞ്ഞാൽ സലാസത്തു അഹ്റുഫിൻ, 3 അക്ഷരങ്ങളാണ്. യെസ്, പിന്നെ അതുപോലെ നേരത്തെ ഉള്ളതിന്റെ ഭാഗമായിട്ട്, ഇതിപ്പോ നേരത്തെ കമന്റ് ആണോ ഇല്ലെന്ന് അറിയില്ല, ഈ അനയുണ്ടല്ലോ, അന നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അലിഫ് ഇടുമെങ്കിലും നമ്മൾ അലിഫിനെ ഉച്ചരിക്കില്ല. അപ്പൊ അത് ഏത് കാറ്റഗറി വരും? 3 അക്ഷരമാണെന്ന് നമ്മൾ മനസ്സിലുണ്ടാവും, പക്ഷെ അത് ഏതിലാ വരുന്നത്? ഖഫീഫിലാണ് വരുന്നത്. അന വരുന്നത് ഖഫീഫിലല്ല, അന വരുന്നത് സക്കീലാണ്. ഞാൻ ഉദ്ദേശിച്ചത് വത്തദിൽ വരില്ല എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. വത്തദ് എന്ന് പറഞ്ഞാൽ 3 അക്ഷരമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ 3 എന്നുള്ള അന കിടക്കും, പക്ഷെ അന. അപ്പൊ നമ്മൾ ഉച്ചരിക്കുന്നത് മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ, എഴുത്ത് പരിഗണിക്കില്ല. അറൂദൽ. ഓക്കെ, അടുത്ത വത്തദിനെ പറ്റി പറയാം. അൽ വത്തദു സലാസത്തു അഹ്റഫിൻ, ഇത് 3 അക്ഷരങ്ങളാണ്. അതും വഹുവ നൗആനി, അത് 2 ഇനമാണ്, 2 ഇനമായിട്ടുണ്ട്. 3 അക്ഷരത്തിലുള്ള ഇതിനെ വത്തദ് എന്ന് പറയും. അത് തന്നെ ആ ഭാഗത്തെ ജുസ്, വത്തദ് എന്ന് പറഞ്ഞ ഒരു ജുസ് ആണ്. അജ്സ തഫ്ഈലാത്താണ്. തഫ്ഈലാത്തിലെ ഒരു ജുസുവിലെ ഒരു പാർട്ടാണ് വത്തദ്. വത്തദ് മജ്മൂ ഉണ്ട്. വത്തദ് മജ്മൂ എന്ന് വെച്ചാൽ വഹു ഇജ്തിമാഉ മുതഹരിക്കൈൻ ഫസാക്കിൻ. ഇജ്തിമാഉ മുതഹരിക്കൈൻ, 2 ഹറക്കത്ത് വരും, ഫസാക്കിൻ പിന്നീട് ഒരു സുക്കൂൻ വരും. ഏതുപോലെ നഅം, അലാ, അതുപോലെ ഹുമാ, മറ്റാ, ബലാ, അല. ഓക്കെ, ശുക്രൻ ജസീല. ഇലായ്ക്ക് പറഞ്ഞു, ജറാക്ക് പറഞ്ഞു. ഹത്ത വരില്ല, അതിനൊരു കാര്യമുണ്ട്, പിന്നീട് പറയാം. ഹത്ത വരില്ല കേട്ടോ. വേറെ ധന വരും. ഓക്കെ, അപ്പോ അടുത്തത് ഇനി ക്ലാസ്സിലേക്ക് മടങ്ങുന്നു. വത്തദ് മഫ്റൂഖാണ്. വത്തദ് മഫ്റൂഖ്. അപ്പൊ മജ്മൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇജ്തിമാ. അപ്പൊ ഇജ്തിമായിലേക്ക് ചേർത്തിക്കൊണ്ടാണ് മജ്മൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ മജ്മൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഹറക്കത്തിനെയാണ് ഇവിടെ നോക്കി. 2 ഹറക്കത്തുകൾ മജ്മൂ ഇജ്തിമാ ആയിട്ട് അടുത്ത് വന്നത് കൊണ്ടാണ് അതിന് മജ്മൂ എന്ന് പേര് വന്നത്. ഇനി നോക്കാം, ഹറക്കത്തിനെ പരിഗണിച്ചുകൊണ്ട് വത്തദ് മഫ്റൂഖ് എന്ന് പറയും. ഫർഖ്, അപ്പൊ ഫറഖ യുഫരിഖു തഫ്രീഖ്, അതായത് ഇങ്ങനെ വേർപെടുത്തുക. ഇജ്തിമാഉ മുതഹരിക്കൈൻ ബൈനഹുമാ സാക്കിൻ. ഇജ്തിമാഉ മുതഹരിക്കൈൻ 2 ഹർക്കത്തുകൾ ഉണ്ട്, പക്ഷേ അതിനിടയിൽ ഒരു സുക്കൂനുണ്ട്. അപ്പോൾ ആ 2 ഹർക്കത്തുകളെയും വേർതിരിച്ചത് കൊണ്ട് മഫ്റൂഖ്, വേർതിരിച്ചത് കൊണ്ടാണ്. ഫർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യത്യാസത്തിന്. അപ്പോ വത്തദ് മഫ്റൂഖ് എന്ന് വെച്ചാൽ വേർതിരിച്ചത് കൊണ്ടാണ്. ഒരു സുക്കൂൻ വന്നിട്ട് 2 ഹർക്കത്തിനെയും വേർതിരിച്ചു. അതിന് ഉദാഹരണമാണ് അംസി, ഖാമ. പിന്നെ കുറച്ചു മുമ്പ് ഒരാള് കൈഫ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഉദാഹരണത്തിന് കൈഫ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു കൈഫ വരില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. കൈഫ. യെസ്, കൈഫ, മാല, നാമ, ബൈന, ഖാല, ബാ, യെസ്, റാമ, ഐന. എന്താ ഉദ്ദേശിച്ചേ? ലൊഹർ എന്നാണോ ഉദ്ദേശിച്ചേ? അത് വേറെ ഏതാണ്, അത് വരില്ല, ലൊഹർ വരില്ല. മിൻക, യെസ്. വൈലുൻ വരില്ല. തഹ്ത വരും. ബാത്ത, ഫൗഖ. യെസ്, ശുക്രൻ. മതിയാവും. ജാല. ഓക്കെ. അപ്പൊ അടുത്തത്, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. വത്തദ് എന്ന് പറഞ്ഞാൽ 3 അക്ഷരം ഉണ്ടാകും. ഈ 3 അക്ഷരമുള്ള ഈ പാർട്ട് തന്നെ 2 ഉണ്ട്. ഒന്ന് വത്തദ് മജ്മൂ, രണ്ടാമത്തത് വത്തദ് മഫ്റൂഖ്. സൗണ്ട് കിട്ടുന്നില്ലേ? ഒരാൾ പറയുന്ന സൗണ്ട് കിട്ടുന്നില്ല എന്ന്. യെസ്, അതെ. ഒരാൾ അതിന്റെ കാര്യം പറഞ്ഞു. ഞാൻ നേരത്തെ അത് ഒരു കാര്യം വരാത്തതിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ലൊമ്മുള്ളത് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഫത്തഹ തന്നെ വരണമെന്നില്ല, ഹറക്കത്ത് വന്നാൽ മതി. ഹറക്കത്ത് ഏതും വരാം. ഇപ്പൊ നമ്മൾ നോക്കിയേ, അംസി വന്നപ്പോ അംസിയില് ഹംസ മാത്രമല്ലേ ഫത്തഹുള്ളൂ, മീമ് സുക്കൂനാണ്. സീനോ, സീന് കസ്റയാണ്. അപ്പോ അത് നമുക്ക് തോന്നിയാണ് കൂടുതൽ വെർബുകൾ വരും. ഇപ്പൊ നാമ പോലെ, കാല പോലെ, ഹാഷ, അപ്പൊ ഇങ്ങനെ കുറെ വരും. അപ്പൊ ഇതാണ് നമ്മുടെ മനസ്സിൽ വന്നത് അല്ലേ, ഇങ്ങനെ നസ്ബ് മാത്രമേ വരുവുള്ളൂ. ഓക്കെ, അപ്പോ ഫത്തഹ് മാത്രമല്ല കസ്റും വരും, ഹർക്കത്തായിരിക്കണമെന്ന് മാത്രം. അപ്പൊ ക്ലിയർ അല്ലേ? വത്തുതും സബബും ക്ലിയർ അല്ലേ? ഇനി നമുക്കുള്ള അവസാനത്തെ കാര്യം ഫാസിലയാണ്. അജ്സ തഫ്ഈലി നമുക്ക് പഠിക്കാനുള്ളത് ഫാസിലയാണ്. ഫാസില, യെസ്, ഫാസില. പിന്നെ ഫാസില സുഗറ, ഫാസില സുഗറ. പിന്നെ നമ്മുടെ ഈ ചർച്ച ചെയ്തതിന് ശേഷം ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ കമന്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഫസ്റ്റ് കമന്റ് ഇടാൻ മാത്രം ഒതുങ്ങിപ്പോകും. അപ്പോ ഫാസില എന്ന് പറഞ്ഞാൽ അർബഅത്തു അഹ്റഫിൻ ഔ ഖംസ, ഒന്നുകിൽ 4 അഹ്റഫ് ഉണ്ടാകും, എന്താണ് ലെറ്റേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ 5 ആയിരിക്കും. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 5. കുറച്ചു മുമ്പ് പറഞ്ഞത് 3, അതിനു മുമ്പ് പറഞ്ഞത് 2. അപ്പോ ഒന്നുള്ളതില്ല, പിന്നീടുള്ളത് 4 5. ഇതിനാണ് ഫാസില എന്ന് പറയുന്നത്. വഹുവ, ഇതും നൗആൻ, 2 വിധമുണ്ട്, 2 വിധം. വലതുവശത്തുള്ളത് ഫാസിലത്തുൻ സുഗറ, ഫാസില സുഗറ ചെറിയ ഫാസില, അടുത്തത് ഫാസില കുബ്ര വലിയ ഫാസില. ഫാസിലത്തുൻ സുഗറ എന്ന് പറഞ്ഞാൽ ഇജ്തിമാഉ സലാസി മുതഹരിക്കാത്ത് ഫസാക്കിൻ, 4 ഹറക്കത്ത് വന്നു. 4 ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അന വരാത്തത്. അന വരാത്തത് നമ്മൾ അന എന്ന് പറയാറില്ല. അന മുദരിസ്, അന തൊബീബ്, അന എന്ന് പറയുള്ളൂ. അപ്പോ അറൂലിന്റെ പ്രത്യേകത, കിതാബത്തിൽ അറൂൽ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അറൂലിന്റെ പ്രത്യേകത, നമ്മളിപ്പോ ഉദാഹരണം സമക്കുൻ എന്ന് എഴുതിയാലും നമ്മൾ സീന് ഫത്തഹ്, മീമിന് ഫത്തഹ്, പിന്നെ കാഫിന് ലൊമ്മ്, പിന്നെ നൂനിന് സുക്കൂൻ, അങ്ങനെ കൊടുത്ത് എഴുതുള്ളൂ. അപ്പൊ തൻവീനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സുക്കൂൻ കൊടുത്തു. അത് ഞാൻ അടുത്തൊരു ഇതിൽ പറയും. അപ്പൊ അവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അതിലോട്ടായി പോകും. അപ്പൊ തൽക്കാലം പിടികിട്ടിയല്ലോ അന എന്താ വരാത്തതെന്ന്. യെസ്, ഫാസിലത്തുൻ സുഗറ ഇജ്തിമാഉ സലാസ മുതഹരിക്കാത്ത്, 3 ഹറക്കത്തുകൾ വരും. ഫസാക്കിൻ, പിന്നീട് ഒരു സുക്കൂൻ വരും. ഏതുപോലെ ശഅറത്ത്, ശഅറത്ത്, ഷീനിന് ഫതഹ്, ഐനിന് ഫതഹ്, റാഇന് ഫതഹ്. അപ്പൊ 3 ഹറക്കത്ത്, പിന്നീട് ഒരു സുക്കൂൻ. ശഅറത്ത്, ശഅറത്ത് പോലെ. ഇത് ക്ലിയർ അല്ലേ? 3 അക്ഷരം വന്നു, പിന്നീട് നാലാമത്തതിന് സുക്കൂൻ. അടുത്തത് ഫാസിലത്തുൻ കുബ്ര. എന്താണ് ഫാസില കുബ്ര? ഇജ്തിമാഉ അർബഅത്തി മുതഹരിക്കാത്തിൻ ഫസാക്കിൻ, 4 ഹറക്കത്തും ഒരു സുക്കൂനും, 4 ഹറക്കത്തും ഒരു സുക്കൂനും. അപ്പൊ നമ്മുടെ ഫാസില സുഗറയ്ക്ക് കുറച്ച് ഉദാഹരണം പറഞ്ഞ ശഅറത്ത് പോലെ, ഏകദേശം സ്ത്രീലിംഗ എന്താണ് മാലിയായിട്ട് പലതും അങ്ങനെ ആയിരിക്കും വരുന്നത്. വൈലുൻ വരില്ല, എന്താണെന്നറിയോ? വൈ എന്ന് പറയുമ്പോ എന്തായി, വാവിന് ഫത്തഹും യാക്ക് സുക്കൂനുമായി. യെസ്, ഫഅലത്ത് വരും. മലക്കത്തുൻ വരില്ല കേട്ടോ, മലക്കത്തുൻ വരില്ല. അതിന് കാര്യമുണ്ട്, അത് ഫാസില കുബ്രയിലാണ് വരുന്നത്. യെസ്, നസ്രത്ത് വരും, റജഅത്ത് വരും, ലഅബത്ത് വരും. അപ്പൊ ആരും ചിന്തിക്കേണ്ട ഫത്തഹ് മാത്രമേ വരുള്ളൂ എന്നില്ല. ഇപ്പൊ ലഅബത്ത് വന്നില്ലേ, അതുപോലെ ലഅബ, അക്കലത്ത്, ജബലുൻ വരും, ഖലമുൻ വരും. അപ്പൊ ഇതാണ് പറഞ്ഞത്. ഇപ്പൊ ശ്രദ്ധിച്ചല്ലോ, ഖലമുൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഖലമുൻ നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടാൽ 3 അക്ഷരമേ ഉള്ളൂ. പക്ഷേ ഉച്ചാരണം നോക്കുമ്പോൾ നോക്കിയേ, ഖാഫിന് ഫത്തഹ്, ലാമിന് ഫത്തഹ്, മീമിന് ലൊമ്മ്, നൂനിന് സുക്കൂൻ. അപ്പോഴാണ് ഖലമുൻ എന്ന് വായിക്കുന്നത്. അതുപോലെ യെസ്, ഫജ്അത്തൻ വരില്ല, കാരണം ഫജ് എന്നായി പോയി. ഓക്കെ,
ഓക്കെ ഓക്കെ, അർദുനും വരില്ല, കാരണം അർ 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 ലുനാണ്. ആ കുബ്ര ചോദിച്ചെന്നാ വിചാരിച്ചല്ലേ, സാരമില്ല. അടുത്ത ഞാനിങ്ങനെ സൂറ വായിച്ചിട്ട് ഞാൻ നേരെ കുബ്രയിലോട്ട് പോയിരുന്നു, അപ്പോഴാണ് കമന്റ് ഉണ്ടത്, അപ്പോഴാണ് ഇതിലോട്ട് തിരിച്ചു വന്നത്. ഇനി ഇനി സ്റ്റോപ്പ് ചെയ്തോ. ഫാസിലത്തുൻ കുബ്ര, എന്താണ് ഫാസില കുബ്ര? ഈ 4 ഹറക്കത്തും ഒരു സുക്കൂനും, 4 ഹറക്കത്തും ഒരു സുക്കൂനും. ഏതുപോലെ? ആമലുക്കും ആമലുക്കും ആമലുക്കും, അതുപോലെ. ഇനിയിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞ മലക്കത്തിന് ഇവിടെ വരും, മലക്കത്തിന് ഇവിടെ ശരിയാവും. ഹജർന വരില്ല, ഹജർന എന്ന് പറയുമ്പോ ഹജർന റ് ആണ്. സമക്കത്തിന് വരും, ഷജറത്തിന് വരും, നസറുക്കും വരും, നസറുക്കും ഇല്ല, നസറുക്കും വരില്ല, നസറക്കും അവൻ ശരിയാവും. നസറക്കും എന്നാണെങ്കിൽ, നസ്റുക്കും നിങ്ങളുടെ സഹായം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ വരില്ല, കാരണം അത് സുക്കൂനെ വരുള്ളൂ. നസ്വറ എന്നാണെങ്കിൽ. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ അറൂലിന് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് ഹറക്കത്ത് വേണം. അപ്പൊ അത് നമുക്കൊരു പരിമിതിയാണ് ഇവിടെ, അല്ലെ? നമ്മൾ എഴുതുമ്പോൾ ഹറക്കത്ത് ഇടാൻ പറ്റില്ല. എങ്കിൽ പോലും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഫാസില നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇനി സ്റ്റോപ്പ് ചെയ്യാം. അപ്പോ ഏതൊക്കെയാ നമ്മൾ ചർച്ച ചെയ്തത്? ഒന്ന്, വത്തത്. ആദ്യം സബബ് ചർച്ച ചെയ്തു, വത്തത് ചർച്ച ചെയ്തു, അതുപോലെ ഫാസിലയും ചർച്ച ചെയ്തു. ഇതെല്ലാം ക്ലിയർ അല്ലേ? യെസ്. ഇനി وجمع الخليل ما بين هذه المصطلحات كلها بقوله لم أرى على ظهر جبل سمكة. ഇത് ഖലീൽ ഇബ്നു അഹ്മദ് തന്നെ നമ്മെ സഹായിക്കാൻ വേണ്ടി ഈ ഒരു മുസ്തലഹാത്തുകൾ, ഈ ഡെഫിനിഷൻസ് എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കാണ് ലം അറ. ലം അറ അല ലൊഹിരി ജബലിൻ സമക്കത്തൻ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, ലം അറ, ഈ യാ സത്യത്തിൽ വേണ്ട, കാരണം ലം വന്നാൽ അതിനെ ജിസ്മ ചെയ്യും. അപ്പൊ ഞാനത് എഴുതാൻ കാര്യം ഉച്ചരിക്കില്ല എന്ന് നമ്മുടെ മനസ്സിലൊന്ന് വരാൻ വേണ്ടിയാണ്. അത് ഉച്ചരിക്കില്ല, കണ്ടോ? നമ്മൾ എഴുത്തിൽ വന്നാലും ഉച്ചരിക്കില്ല എന്ന് പറയാൻ വേണ്ടി അത് പറഞ്ഞാണ്. ലം, ലാം, ലാമിന് ഫത്തഹ്, അഥവാ മുത്തഹരിക്ക. അപ്പൊ ഫത്തഹാണോ കസ്റാണോ ലമ്മാണോ നോക്കണ്ട. ഫത്തഹ കസ്റ ലമ്മ, ഇത് ഗണത്തിന് മാത്രം പെടുത്തിയാൽ മതി. പിന്നീട് സുക്കൂൻ ഒറ്റപ്പെട്ട് നിൽക്കും, സുക്കൂൻ. അപ്പൊ മുത്തഹരിക്ക് സുക്കൂൻ. അപ്പൊ സബബുൻ ഖഫീഫ്, മുത്തഹരിക്കൈൻ, 2 മുത്തഹരിക്ക്. അപ്പൊ എന്തായി? 2 മുത്തഹരിക്കായപ്പോ അപ്പൊ ഇത് സബബുൻ ഖഫീഫ്, 2 മുത്തഹരിക്ക് സബബുൻ സഖീല്. ഇനി ഇവിടെ നോക്കിയേ, വത്തത്. വത്തത് നമ്മൾ പറഞ്ഞിരുന്നു 3 അക്ഷരങ്ങളുണ്ട്. ഒന്നാമത്തതിനും രണ്ടാമത്തതിനും ഹറക്കത്ത്, മൂന്നാമത്തതിന് സുക്കൂൻ. അതാണ് വത്തത് മജ്മൂ. മജ്മൂ എന്ന് വരാൻ കാര്യം എന്താ? മജ്മൂ എന്ന് വരാൻ അടുത്തടുത്ത് വന്നതുകൊണ്ടാണ് കേട്ടോ. അടുത്തടുത്ത് വന്നു. ഏതൊക്കെ അടുത്ത് വന്നേ? ഈ 2 ഹറക്കത്ത് അടുത്ത് വന്നു, ഇത് ഒറ്റയ്ക്ക് വന്നു. അപ്പൊ വത്തത് മജ്മൂ. ഇനി വത്തത് മഫ്റൂക്ക്. ഇവിടെ ഒരു ഹറക്കത്തുണ്ട്, ഇവിടെ ഒരു ഹറക്കത്തുണ്ട്. 2 ഹറക്കത്ത് ഈ വാക്കിലുണ്ടെങ്കിലും നടുക്കൊരു സുക്കൂൻ വന്നിട്ട് ഇതിനെ വേർപെടുത്തി. അങ്ങനെയാണ് ഇത് മഫ്റൂക്കായി മാറിയത്. ഇനി അവസാനം നമ്മൾ ചർച്ച ചെയ്ത ജബലിൻ, ജബലിൻ. അപ്പൊ ഇവിടെ തൻവീൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതിനെ നമ്മൾ പിരിച്ചെഴുതുമ്പോ ജ ബ ലി ഇൻ, കണ്ടോ? ഒരു നൂൻ കണ്ടോ അവസാനം? അപ്പൊ ഇങ്ങനെ വേണം എഴുതാൻ, ജബലിൻ, ഹറക്കത്ത് 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 സുക്കൂൻ. അപ്പൊ ഇതാണ് ഫാസില സുഗറ. ഇനി സമക്കത്തൻ നോക്കാം. സീന് ഹറക്കത്ത്, മീം ഹറക്കത്ത്, കാഫ് ഹറക്കത്ത്. ഇനി ഈ തുന്നിനെ പിരിച്ചെഴുതാം. തുന്നിനെ എങ്ങനെ പിരിച്ചെഴുതാൻ നോക്കിയോ? തു ഹറക്കത്ത്. അപ്പൊ എത്ര ഹറക്കത്തായി? 4 ഹറക്കത്ത്. ഇനി അവസാനം തുൻ, തുൻ എന്ന് പറയുമ്പോൾ ഉള്ള നൂന്, ഇത് സുക്കൂൻ. കണ്ടോ? 4 ഹറക്കത്തും ഒരു സുക്കൂനും. അപ്പൊ ഇതാണ് ഫാസില കുബറ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ?
കൈഫ വരുന്നത് വത്തതിലാണ്. കൈഫ ഏതിലാ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. വത്തത് മഫ്രൂഖിലാണ് വരുന്നത്. എങ്ങനെയാ? എന്തുകൊണ്ടാ അങ്ങനെ വന്നേ? കൈ ഫ കാഫ്, കാഫിന് ഫത്തഹ് ഹറക്കത്ത്, യാക്ക് സുക്കൂൻ, ഫ ഹറക്കത്ത്. അപ്പൊ നോക്കിയേ, ലൊഹിർ എന്ന് പറഞ്ഞപ്പോ അത് ഓർത്ത് വെക്കാനാണ്. ഈ ഒരു സെന്റൻസ് ഫുൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ഒരു കൊടക്കീഴിൽ ഉണ്ടാവും. ലം അറ അല ലൊഹിരി ജബലിൻ സമക്കത്തൻ. അപ്പൊ കൈഫ വന്ന എങ്ങനെ പിടികിട്ടിയല്ലോ? നടുക്ക് സുക്കൂൻ വന്നുകൊണ്ടാണ്. മഫ്രൂഖ് അഥവാ രണ്ട് ഹറക്കത്തിന് ഒരു സുക്കൂൻ മറയാക്കി നടുക്ക് വേർതിരിച്ചു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ ഇത്രയും? യെസ്, സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. ഞാൻ ഇതൊന്ന് ടെക്സ്റ്റ് മായ്ക്കാം. വെയിറ്റ് ചെയ്യേ, ടെക്സ്റ്റ് മായ്ക്കാം. യെസ്, ഇനി എടുത്തോളൂ. ലം അറ അല ലൊഹിരി ജബലിൻ സമക്കത്തൻ. യെസ്, അത് നമ്മൾ ഇനി ചർച്ചയിൽ വരുന്ന ഒരു ഭാഗമാണ്. വത്തത് മജ്മുഉം സബബും സഖീലൊക്കെ ചേർന്ന ഭാഗമുണ്ട്. ഇപ്പൊ അത് പറഞ്ഞാൽ എല്ലാവരും കൺഫ്യൂഷൻ ആവും. അത് ക്രമേണ നമുക്ക് പറയാം. അതെ അതെ, ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കുള്ള കമന്റ് ഒഴിവാക്കിയാൽ നന്നായിരിക്കുന്നു. അത് കരുതിയാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്താത്തത്. പക്ഷെ ഇത് ഉറച്ചു പോകേണ്ട ഭാഗം ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ ഇവിടെ തന്നെ പലരും ലൈവായിട്ട് ഇപ്പോ കൈഫ ഏതിൽ വരുന്ന സംശയമുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ സമക്കുൻ ഇതിൽ വരുമോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് ഈ കമന്റിൽ കൂടെ തന്നെ മാറിപ്പോയില്ല എങ്കിൽ നിങ്ങൾ ഇതേ തെറ്റ് ചിലപ്പോ ഇതിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ എക്സാമിന്റെ അന്നോ തലേ ദിവസം മാത്രമായിരിക്കും ഈ അറൂലിനി എടുത്തു നോക്കുന്നത്. അന്ന് ചിലപ്പോൾ ഈ പഠിച്ചെല്ലാം പോയിട്ടുണ്ടാവും. അതൊന്ന് മാറ്റാൻ വേണ്ടി മാത്രമാണ് ഈ സെക്ഷനിൽ ഇത് വന്നത്, കമന്റ് വന്നത്. ഫസ്റ്റത്തെ ഒന്നുകൂടി പറയണോ? ഫസ്റ്റത്തെ ലം എന്നുള്ളത് ലം അറ, ഇത് രണ്ടും സബബാണ്. ഇതിൽ ഒന്ന് ലം എന്നുള്ളത് സബബിൻ ഖഫീഫ്, അറ എന്നുള്ളത് സബബിൻ സഖീൽ. സബബിൻ ഖഫീഫ് വരാൻ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ഒന്നാമത്തേന് ഹറക്കത്ത്, രണ്ടാമത്തേന് സുക്കൂൻ. സബബിൻ സഖീൽ ആവാൻ കാര്യം രണ്ടിനും ഹറക്കത്ത്. ഈ മൂന്നാമത്തെ അക്ഷരം കൂട്ടണ്ട. എന്തുകൊണ്ടാ കൂട്ടണ്ടാത്തെ? നമ്മൾ ഉച്ചരിക്കുന്നില്ലല്ലോ. അറ എന്ന് പറയുമ്പോൾ, ലം അറ എന്ന് പറയുമ്പോൾ അറാ എന്ന് പറയേണ്ട ആവശ്യമില്ല. ലം വന്നാൽ നമ്മൾ പിന്നീട് അറ എന്ന് പറയില്ല, അറ എന്നേ പറയുള്ളൂ. അപ്പൊ അത് രണ്ടും ഹറക്കത്ത് ആയതുകൊണ്ടാണ് സബബുൻ സഖീൽ എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതിലോട്ട് പോവാലോ. ഇവിടെ സംശയമില്ലെങ്കിൽ. യെസ്, ഇനി ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ വന്ന ആ ഒരു വഴി ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു കവിതയിലെ ഓരോ ബൈത്തുകൾ ഉണ്ടാവും. ആ ബൈത്ത് പൂർണ്ണമായ ആശയം നൽകുന്ന ഭാഗങ്ങളാണ് ബൈത്ത് എന്ന് പറയുന്നത്. ആ ബൈത്ത് എല്ലാം ചേരുന്നത്, ഓരോ ബൈത്തിലും തഫൈലത്തുകളുണ്ട്. തഫൈലത്തുകൾ ഉണ്ടെങ്കിലേ ബൈത്ത് ആവുള്ളൂ. ഈ തഫൈലത്ത് ഉണ്ടാകണമെങ്കിൽ അതിന് ചില അജ്സാകൾ ആവശ്യമാണ്. ആ അജ്സാകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. വത്തത്, അതുപോലെ സബബ്, ഫാസില. അപ്പൊ നോക്കിയേ, നമ്മൾ പഠിച്ച തഫൈലത്തുകളിൽ കുറച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. മുസ്തഫൈലുൻ, മുത്തഫായിലുൻ, മുത്തഫായിലുൻ, ഫാഇലത്തുൻ, മുഫാഅലത്തുൻ, സമക്കത്തുൻ. അപ്പൊ ഇത് എല്ലാം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയാണ്. സബബിൻ ഖഫീഫിന് 2 ഉദാഹരണമുണ്ട്. മുസ്തഫ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, എക്സാം ഹാളിൽ ഇരുന്ന് നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ തന്നെ മതിയാവും. മുസ്തഫ്, മുസ്തഫ്. നമ്മളെ സിലബിൾ പഠിക്കില്ല ഇംഗ്ലീഷിൽ, ഫോണിറ്റിക്സിൽ ഇപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പോലെ മുസ്തഫ് അങ്ങനെ. അപ്പൊ മുസ് എന്ന് പറയുമ്പോൾ സബബുൽ ഖഫീഫ്, ഒരു ഹർക്കത്ത് ഒരു സുക്കൂൻ. തഫ് എന്ന് പറയുമ്പോഴും ഒരു ഹർക്കത്ത് ഒരു സുക്കൂൻ. അപ്പൊ അത് സബബിന് ഉദാഹരണം. അടുത്ത മുത്തഫാഇലുൻ, മുത്തഫാഇലുൻ, മുത്ത, മീമിന് ഹറക്കത്ത്, തായിനും ഹറക്കത്ത്. അപ്പോ മുത്ത, രണ്ടക്ഷരങ്ങൾ വന്ന ഭാഗമാണ് ഇതിൽ ചേർന്നിരിക്കുന്നത്, ഈ തഫഇൽ ചേർന്നത്. അത് ഒന്നാമത്തെ ഉദാഹരണത്തിൽ വന്ന മുസ് ആയതുകൊണ്ട്, ഒന്നാമത്തിന് ഹറക്കത്തിനുണ്ടാകുന്ന സുക്കൂനും ആയതുകൊണ്ട് അത് ഖഫീഫും, രണ്ടാമത്തത് 2 ഹറക്കത്ത് അടുത്ത് വന്നതുകൊണ്ട് ഇത് സഖീലുമാണ്. സഖീല്, മുത്ത. യെസ്. അടുത്തത് വത്തത് മജ്മുഅ നമ്മൾ പറഞ്ഞിരുന്നു, അടുത്തടുത്ത് ഹറക്കത്ത് വരുന്നതാണ്.
അടുത്തടുത്ത ഹർക്കത്ത് വരുന്നെന്ന് പറയുമ്പോൾ ഐ ലു ഐ ലു ഇത് രണ്ടും ഹർക്കത്ത് സുക്കൂൻ. അപ്പൊ ഇത് സുക്കൂൻ, രണ്ട് ഹർക്കത്ത് ഒരു സുക്കൂൻ. അത് അടുത്ത് വരുന്നതാണ് മജ്മു എന്ന് പറഞ്ഞു. ഇനി വത്തത് മഫ്റൂക്ക് ഫാ എന്ന് പറഞ്ഞപ്പോ ആദ്യം ഹർക്കത്ത്, പിന്നെ ഫാ നീട്ടാൻ അലിഫ്. ഈ അലിഫിന് ചിഹ്നമുണ്ട്, ആ ചിഹ്നമാണ് സുക്കൂൻ. അപ്പൊ ഫാ. ഇനി ഐ കസ്റാണ്, അപ്പോ ഫാഇ. അപ്പൊ നടുക്കൊരു സുക്കൂൻ വന്നു, അതിന് ഇരുവശത്തും ഹർക്കത്ത് വന്നു. ഇതാണ് വത്തത് മഫ്റൂക്ക്. വത്തത് മജ്മൂ പഠിച്ചു, വത്തത് മഫ്റൂക്കും പഠിച്ചു. ഇനി അവസാനത്തത് രണ്ടെണ്ണം. എന്താണ് മുത്തഫ? മുത്തഫ ആക്കിക്കൂടാന്നാണോ? ഇല്ല ഇല്ല, അത് നമ്മൾ പറയും, കാരണം ഫാഇ എന്നുള്ള ഒരു വസ്നുണ്ട്. അപ്പൊ ഇതിപ്പോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ കറക്റ്റ് ഇവിടെ പറയും. ഇതിപ്പോ നിങ്ങൾ ഹഫീഫ് പഠിക്കാൻ, അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഈ കുറച്ച് തഫീലത്തും പഠിക്കാൻ പറ്റും. മുസ്തഫ്, അതുപോലെ മുത്ത, പിന്നെ ഐലുൻ, ഫാഇ. അടുത്തത് ഫാസില സുഗറ. ഫാസില സുഗറയാണ് മുഫഅലത്തുൻ, അലത്തുൻ. അപ്പൊ ഐനിന് ഹർക്കത്ത്, ലാമിന് ഹർക്കത്ത്, താഇന് ഹർക്കത്ത്, നൂന് സുക്കൂൻ. അപ്പൊ അലത്തുൻ തുൻ. പിന്നെ സമക്കത്തുൻ. ഇവിടെ 4 ഹർക്കത്തും ഒരു സുക്കൂനും. അപ്പൊ ടോട്ടൽ 5 അക്ഷരം. അപ്പൊ 4 അക്ഷരവും 5 അക്ഷരവും ഉള്ളതാണ് നമ്മൾ ഫാസില നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ക്ലിയർ അല്ലേ? ഇവിടെ ക്ലിയർ അല്ലേ? പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ കറുത്ത ലെറ്റർ കൊടുത്തതൊന്നും അജ്സ അല്ല എന്നല്ല, അജ്സ ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സബബിൻ ഖഫീഫ് പഠിച്ചത് ഓർക്കാൻ വേണ്ടി മുസ്തഫ് ആ രണ്ടെണ്ണവും, സബബിൻ സക്കീല് പഠിക്കാൻ മുത്തഫാഇലിലെ മുത്തയും, വത്തത് മജ്മൂ പഠിക്കാൻ മുത്തഫാഇലുനിലെ ഐലുനും, വത്തത് മഫ്റൂക്ക് പഠിക്കാൻ വേണ്ടി ഫാഇലാത്തുനിലെ ഫാഇയും, ഫാസില സുഗ്റ പഠിക്കാൻ വേണ്ടി മുഫാഅലത്തുനിലെ അലത്തിനും, ഫാസില കുബ്ര പഠിക്കാനായിട്ട് സമക്കത്തിനുമാണ് ഇവിടെ കൊടുത്തത്. ഒന്ന് ക്രോഡീകരിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മൈൻഡ് നിൽക്കാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? വോയിസ് പോകുന്നുണ്ടോ? ശബ്ദം ബ്രേക്ക് ആവുന്നുണ്ടോ? ആരോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ് ഓക്കെ. എങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ടെന്നോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ. ഇനി ഇത് ഇപ്പൊ ചെറുതായി പോയതാണ്, കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അൽ ബൈത്തു. ഇനി എന്താണ് ബൈത്ത് എന്ന് പറയാം. ബൈത്തിന് ഒരു ചെറിയ ഡെഫിനിഷൻ ഉണ്ട്. അൽ ബൈത്തു കലാമുൻ താമുൻ യതഅല്ലഫു മിൻ അജ്സാഇൻ വയന്തഹി ബിഖാഫിയത്തിൻ മിൻഹു. ഇതാണ് ബൈത്തിന്റെ ഡെഫിനിഷൻ. ഒന്നുകൂടി എഴുതാം. കലാമുൻ, അതൊരു കലാമാണ്. താമുൻ, പൂർണ്ണമായ സെൻസ് ഉള്ള ഒരു കലാമാണ്. യതഅല്ലഫു, അത് ഉണ്ടാകുന്നത്, അത് ഉണ്ടാകുന്നത് മിൻ അജ്സാഇൻ, അത് കുറച്ച് ജുസു, കുറച്ച് പാർട്ടുകൾ ചേർന്നാണ്. ഏതൊക്കെയാ പാർട്ട് എന്ന് ചോദിച്ചാൽ സബബ്, അതുപോലെ വത്തത്, ഫാസില. അപ്പൊ ഇത് ചേർന്നിട്ടാണ്. വയൻതഹി, അത് അവസാനിക്കുന്നത്, അത് അവസാനിക്കുന്നത് എന്തിലാണ്? ഖാഫിയ അഥവാ അന്ത്യാക്ഷര പ്രാസത്തിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബൈത്ത് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അൽ ബൈത്തു കലാമുൻ താമുൻ യതഅല്ലഫു മിൻ അജ്സാഇൻ വയന്തഹി ബിഖാഫിയത്തിൻ മിൻഹു. ഇനി ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്, നമ്മൾ ഖസീദ എന്ന് പറയുന്നത് എന്താന്ന് നമുക്കറിയാം. 7 ബൈത്തിൽ കൂടുതലുള്ളതിനാണ് നമ്മൾ ഖസീദ എന്ന് പറയുന്നത്. അതിന് താഴെയുള്ളതിനെയൊന്നും ഖസീദ എന്ന് നമ്മൾ പറയില്ല. അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഒരു വരി മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കവിതയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് യതീം എന്ന് പറയും. ഇനി 2 വരികളേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് നുത്ഫ എന്ന് പറയാം. നുത്ഫ.
നുത്ഫ 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 എന്ന് പറയാം. ഇനി 3 മുതൽ 6 വരെയാണെങ്കിൽ 3 മുതൽ 6 വരെയാണെങ്കിൽ നമുക്ക് അതിനെ ഖിത്അത്തുൻ എന്ന് പറയാം. ഖിത്അത്തുൻ ഖിത്അത്തുൻ ഖിത്അത്തുൻ. ഇനി 7 മുതൽ മുകളിലോട്ടാണെങ്കിൽ 7 കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഖസീദ എന്ന് പറയാം, കവിത എന്ന് പറയാം. അപ്പൊ ഇത് സാന്ദർഭികമായിട്ട് ഓർമ്മിച്ചതേ ഉള്ളൂ. യത്തീം 1, നുത്ഫ 2, 3 മുതൽ 6 വരെ ഖിത്അ, പിന്നീട് 7 മുതൽ ഖസീദ. അപ്പൊ പലർക്കും ഇത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തൊക്കെയോ ഖസീദയ്ക്ക് എന്തോ ഒരു ഡെഫിനിഷൻ ഉണ്ടെന്നൊക്കെ അറിയാം, എന്തിനെയോ ഖസീദ എന്ന് പറയില്ല എന്ന് അറിയാം. അപ്പൊ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അടുത്ത പേജിലേക്ക് പോട്ടെ. ഇനി ഇപ്പൊ നമ്മൾ ബൈത്ത് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ബൈത്തിനെ പറ്റി ഒരു ഡെഫിനിഷൻ നമ്മൾ വായിച്ചു. ഇപ്പൊ കാണുന്നത് ഒരു ബൈത്താണ്. ഒരു ബൈത്ത് എന്ന് പറഞ്ഞാൽ അതിന് 2 ഭാഗങ്ങളുണ്ട്. ബലിൽ ബൈത്തി മിസ്രാനി. മിസ്ര എന്ന് വെച്ചാൽ ഈ പാളി എന്ന് പറയും. നമ്മൾ ജനലൊക്കെ 2 പാളി ഉണ്ടാവില്ലേ, തുറക്കാനായിട്ട് ഒരേപോലുള്ള 2 പാളികൾ. ആ ഒരു അർത്ഥത്തിലാണ് മിസ്ര എന്ന് പറയുന്നത്. മിസ്ര 2 പാളികളുണ്ട്, 2 പാർട്ട് ഉണ്ട് ഒരു ബൈത്തിന്. അപ്പൊ ഇത് 2 ബൈത്ത് അല്ല, ഇത് ഒരു ബൈത്ത് തന്നെയാണ്. അതിന് 2 പാർട്ടുകളുണ്ട് ഒരു ബൈത്തിന് തന്നെ. എങ്ങനെയാ അത് തുടങ്ങി ഖിഫാ നബിക മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. ഇത്ര പറഞ്ഞാലേ ഒരു ബൈത്താവുള്ളൂ. അപ്പൊ ഒരു വരി മാത്രം നിങ്ങൾ ചിന്തിക്കരുത്, ഈ 2 ഭാഗം കൂടി ചേരുന്നതാണ് ഒരു ബൈത്ത്. അപ്പൊ ഇതിനെ 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ പാർട്ടിനാണ് നമ്മൾ സ്വദർ എന്ന് പറയുന്നത്. സ്വദർ എന്ന് പറയുന്ന പാർട്ടിനെ ഞാൻ റെഡ് ഇങ്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്വദർ. അപ്പൊ ഇതിന്റെ ഈ ബൈത്തിന്റെ സദർ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഖിഫാ നബിക മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി. രണ്ടാമത്തത് വസാനി, രണ്ടാമത്തെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അജിസ്. അജിസ് ഒരുപാട് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വദറും അജിസും. അജിസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വരി. ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഇത് ആരുടെ വാക്കാണെന്ന് പറയേണ്ടതില്ലല്ലോ, ആരുടെ കവിതയാണെന്ന്. യെസ്, യത്തീം എന്ന് പറഞ്ഞാൽ ഒരു ബൈത്താണ്. യത്തീം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു ബൈത്താണ്. അപ്പൊ ഇമ്രുൽ ഖൈസിന്റെ ഇതാണ്. അപ്പൊ ഇപ്പോ ബൈത്ത് എന്താണ് ബൈത്ത് എന്നും ബൈത്തിൽ 2 പാർട്ട് ഉണ്ടെന്നും ഒന്നാമത്തെ പാർട്ടിന് സ്വദർ എന്നാണെന്നും രണ്ടാമത്തെ പാർട്ടിന് അജിസ് എന്നാണെന്നും മനസ്സിലായല്ലോ. യെസ്, മനസ്സിലായി. പിന്നെ എല്ലാവരും ഇമ്രുൽ ഖൈസിന്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്രുൽ ഖൈസിന്റെ കവിത തന്നെയാണ് ഖിഫാ നബിക മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. അപ്പൊ ഇത് ഏത് ബഹറിലാണെന്ന് പറയാവോ? തൊവീൽ. യെസ്, തൊവീലാണ്. അതിനെപ്പറ്റി നമുക്ക് അടുത്തതിൽ ചർച്ച ചെയ്യാം. ഓരോ ബഹറിന്റെയും നമുക്ക് പാടി അത് സെറ്റാക്കാം ഇൻഷാ അല്ലാഹ്. തൊവീലാണ്. ഓക്കെ, ശുക്രൻ. ഇനി തിരിച്ചു വരാം. ഇനിയിപ്പോ നമ്മള് ബൈത്തിനെ പറ്റി പഠിച്ചു. ബൈത്തിന് യെസ്, യത്തീം എന്ന് പറയുന്നതിനും സ്വദറും അജിസും ഉണ്ട്. ഒരാൾ ചോദിച്ചിട്ടുണ്ട് യത്തീം എന്ന് പറയുമ്പോൾ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബൈത്ത് എന്ന് പറഞ്ഞാൽ ഈ 2 ഭാഗവും ഉള്ളതാണ് ബൈത്ത്. പിന്നെ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ബൈത്തിൽ തന്നെ വേറെ ഉപവിഭാഗമായിട്ട് വരുന്നതാണ്. അത് നമ്മൾ വരുന്നുണ്ട്. ബൈത്ത് താം, പിന്നെ അതുപോലെ മജ്സൂ, മഷ്തൂർ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു ബൈത്തിൽ 2 വരി ഉണ്ടാകും. അതിലെ ഒന്നാമത്തെ ഭാഗം, 2 വരിയല്ല, ഒരു ബൈത്തിൽ 2 ഭാഗം ഉണ്ടാകും, മിസ്രാകൾ ഉണ്ടാകും. അതിലെ ഒന്നാമത്തെ മിസ്രാന് പറയുന്ന പേരാണ് സ്വദർ, രണ്ടാമത്തെ മിസ്രാന് പറയുന്ന പേരാണ് അജിസ്. ക്ലിയർ അല്ലേ? ഇനി ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യൻ അങ്ങനെ വരാറുണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ അറൂല്, ലൊർബ്, ഹഷ്വ് എന്ന 3 പുതിയ പദങ്ങളോടെ നമ്മൾ പഠിക്കുകയാണ്. അറൂല്. അപ്പോ ഈ അറൂല്, ഈ അന്ത്യാക്ഷരം, നമ്മളെ അറൂല് എന്നാണ് വിഷയം. അപ്പൊ നോക്കിയേ, ഖിഫാ നബിക മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി ബിസിഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. ഞാൻ അതേ വാക്ക് തന്നെയാണ്, അതേ കവിതയാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നീട് പറയും. എന്തുകൊണ്ടാണ് ഞാൻ ഈ കവിത തന്നെ എടുത്തതെന്ന്, ഈ വരി തന്നെ എടുത്തത്, ബൈത്ത് എടുക്കാൻ കാര്യം ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇവിടെ സ്വദറിലെ
അവസാനത്തെ തഫൈലത്തിന് പറയുന്ന പേരാണ് തഫൈലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാത്ത് എന്ന് പറഞ്ഞത്. അപ്പോ ഈ അവസാനത്തെ തഫൈലത്തിന് പറയുന്ന പേരാണ് അൽ അറൂൽ. അപ്പോൾ ഇതും അറൂൽ എന്ന് പേര് കിട്ടാൻ ഒരു കാരണമായിട്ട് പലരും പറയുന്നുണ്ട്. അറൂൽ വ മൻസിലി. മൻസിലി എന്നുള്ളത് ഇതിലെ അറൂലാണ്. ചുവന്ന മഷിയിൽ കൊടുത്തിട്ടുണ്ട്. മൻസിലി എന്നുള്ളത് അറൂലാണ്. ആഖിറു ജുസ്ഇ മിന സദർ. ആഖിറു ജുസ്ഇ മിന സദർ. സദറിലെ അവസാനത്തെ പാർട്ടിന് പറയുന്ന പേരാണ് അൽ അറൂൽ. ഇത് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ നേരത്തെ ചർച്ച ചെയ്താണ് തുടക്കത്തിൽ വഹിയ മുഅന്നസത്തുൻ. ഈ കലിമ, ഈ പദം എന്താണ്? മുഅന്നസത്താണ്. ഒരിക്കലും എന്താണ് പുല്ലിംഗമല്ല, സ്ത്രീലിംഗമാണ്. ഓക്കെ, അടുത്തത് അൽ-ലർബ്. ആഖിറു ജുസ്ഇ മിനൽ അജ്സ്. അജ്സ് ഉണ്ടല്ലോ, നമ്മൾ സ്വദറും പറഞ്ഞു അജ്സും പറഞ്ഞു. സ്വദർ പറഞ്ഞു, അതോടൊപ്പം അജ്സും പറഞ്ഞു. അജ്സിന്റെ ലാസ്റ്റ് പാർട്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലർബ് എന്ന് പറയുന്നത്. ലർബ്. ലർബ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ട്. അപ്പൊ ഇതിലെ ലർബ് ഏതാണ്? ഫഹൗമലി എന്നുള്ളതാണ്. ഫഹൗമലി എന്നുള്ളതാണ്. ഒരാൾ കമന്റ് ചോദിച്ചിട്ടുണ്ട്, ഉമർ ബിൻ റബിയ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പാടിയത് യത്തീം ആണോ എന്നുള്ളത്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ ആ ഒരു വരി, മറ്റേ എന്താണ്, ഇങ്ങനെ സർബല എന്നൊക്കെ പറയുന്ന ഒരു വരിയുള്ള ഒരു ഭാഗമല്ലേ അല്ലെ? ഞാനത് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ, കാരണം ഇനി വേറെ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞാനത് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. ആണെന്ന് പറയാറുണ്ടല്ലേ? അസ്ലമിക്ക എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് കമന്റ് ചെയ്തേക്കുന്നത്. മാഷാ അല്ലാഹ്. അപ്പൊ ആ ഒരു വരി യത്തീമിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ലാരിഫൈ വരുത്തേണ്ടതാണ് കേട്ടോ. അപ്പോ പിന്നീട് നമ്മൾ പറഞ്ഞു അറൂല്, ലർബ്, ഈ രണ്ട് ഭാഗമാണ് ബൈത്തിന്റെ ഈ സദറിന്റെ അവസാനമുള്ളത് അറൂല്, അജിസിന്റെ അവസാനമുള്ളത് ലർബ്. ഇനി ഇതല്ലാത്ത എല്ലാ ഭാഗത്തെയും എല്ലാ ഭാഗത്തെയും എന്ത് പറയും? ഹഷ്വ് എന്ന് പറയും. ഹഷ്വ് എന്ന് പറയും. ഉമർ ബിൻ അബി റബിയ എന്നാണ് ഉദ്ദേശം അല്ലേ? യെസ്. ഞാൻ ലബീദ് ബിൻ റബിയ. ഓക്കെ, പേര് മാറിപ്പോയതാണ്. ആസിഫ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് ഒരു ബൈത്തിന് രണ്ട് ഭാഗം ഉണ്ടാകും. അതിന് മിസ്ര എന്ന് പറയും. ഒന്നാമത്തെ മിസ്ര എന്ന് പറയുന്നത് സദർ എന്നും, രണ്ടാമത്തെ മിസ്ര എന്ന് പറയുന്നത് അജിസ് എന്നുമാണ്. സദറിലെ അവസാനത്തെ തഫൈലത്തിന് പറയുന്ന പേരാണ് അറൂല്. അജിസിന്റെ അവസാനത്തെ തഫൈലത്തിന് പറയുന്ന പേരാണ് ലർബ്. ക്ലിയർ അല്ലേ? ഇതല്ലാത്ത എല്ലാം എന്തായിട്ട് പറയാം? ഹഷ്വ് എന്ന് പറയാം. അപ്പൊ ഇതിലെ ഹഷ്വ് എവിടെ മുതലാണ്? ഖിഫ മുതൽ ഹബീബിൻ വരെ ഹഷ്വാണ്. ബിസിഖത്തി മുതൽ അദ്ദഖൂലി വരെ ഹഷ്വാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തത് ഇത് ഞാൻ വീണ്ടും എടുത്തിട്ടത് എന്ന് വെച്ചാൽ ഇനി നമ്മള് തഫൈലത്ത്, നമ്മൾ ബഹറിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരു വലിയ സാഗരമാണ്, അതിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നേരത്തെ പറഞ്ഞ ഈ അജ്സാകൾ ചേർന്നാണ് ഓരോ തഫൈലത്ത് രൂപപ്പെടുന്നതെന്നും, ഓരോ തഫൈലത്ത് ചേർന്നാണ് ഓരോ ബൈത്ത് രൂപപ്പെടുന്നതെന്നും, ബൈത്തുകൾ ചേർന്നാണ് ഒരു ഖസീദ രൂപപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിനൊരു ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഈ ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തിച്ചത്. ഇനി അടുത്തത് നമ്മൾ മെയിൻ പോയിന്റിലേക്ക് എത്തി. ഞാൻ വലുതായിട്ട് ചെയ്തിരുന്നതായിരുന്നു, ഇപ്പോ ഇതിൽ വന്നപ്പോ ചെറുതായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഏതായാലും കുഴപ്പമില്ല. മുസ്തഫൈലുൻ എന്നുള്ള തഫൈലത്ത് ക്ലിയർ ആണോ? മുസ്തഫൈലൻ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. മുസ്തഫൈലുൻ എന്നുള്ള തഫൈലത്ത് നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. ബാക്കിയുള്ളതും ഇത് വത്തതൊക്കെ കൂടി ചേർന്നതല്ലേ, സബബൊക്കെ അതിന്റെ കൂടെ ഇല്ലയെന്ന് ചോദിച്ചു. യെസ്. അപ്പോ മുസ്തഫൈലുൻ കണ്ടല്ലോ. മുസ്തഫൈലുൻ കണ്ടു. അപ്പൊ ഇവിടെ മുസ്തഫൈലുൻ മുറക്കബൻ മിൻ സബബൈനി ഖഫീഫൈനി, രണ്ട് സബബിൻ ഖഫീഫ് അതിനുണ്ട്, മുസ്സും തഫും. കണ്ടോ? പിന്നെ ബാക്കി എന്താ ഉള്ളേ? ഐലുൻ എന്നുള്ളത് വത്തത് മജ്മൂ ആണ്. അപ്പൊ മുസ്തഫൈലുൻ എന്ന് പറയുന്നത് രണ്ട് സബബ് ഖഫീഫും ഒരു വത്തത് മജ്മൂഉം കൂടി ചേർന്നതാണ്. അപ്പോ ഇത്
ഇങ്ങനെ തന്നെ ഓർഡർ ആക്കാൻ കാര്യം നമ്മൾ കത്ത് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മുസ്തഫ്ഇലുൻ ഒന്ന് കത്ത് ചെയ്ത് നോക്കാം. മുസ്തഫ്ഇലുൻ കത്ത് ചെയ്യാം. ആദ്യം മുസ് എന്ന് പറയുമ്പോൾ മു ഹറക്കത്ത്, സ് സുക്കൂൻ, ത ഹറക്കത്ത്, ഫ് മുസ്തഫ് സുക്കൂൻ, ഐ ലു ഐലുൻ. കണ്ടോ, 2 ഹറക്കത്ത് അടുത്ത് വന്നു. പിന്നെ ഒരു സുക്കൂൻ കൂടെ വന്നാല് വത്തത് മജ്മു ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ തഫൈലത്ത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ കത്ത് ചെയ്യുന്ന സമയത്ത് ഓപ്ഷനില് റജിസ്, ബസീത്ത്, പിന്നെ തൊവീലും വന്നു, വാഫിർ വന്നു എന്ന് കരുതട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് പാർട്ട് മാത്രം കത്ത് ചെയ്ത് നോക്കുക. ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ഹറക്കത്ത് ഒരു സുക്കൂൻ, ഒരു ഹറക്കത്ത് ഒരു സുക്കൂൻ, പിന്നെ 2 ഹറക്കത്ത് ഒരു സുക്കൂൻ. അപ്പൊ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഈ 5 ബഹറുകൾ മാത്രമേ മുസ്തഫ്ഇലുൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ 5 ബഹറുകൾ മാത്രമേ മുസ്തഫ്ഇലുൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഒന്ന് റജിസ് ആണ്, ഒന്ന് സരിയ ആണ്, ഒന്ന് ബസ്വീത്ത് ആണ്, ഒന്ന് മുൻസരിഹാണ്, ഒന്ന് മുജ്തസ് ആണ്. ഇത്ര ബഹറുകൾ മാത്രമേ മുസ്തഫ്ഇലുൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ കത്ത് ചെയ്ത് നോക്കുക. അപ്പൊ അവിടെ തന്നെ ത്വവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഅഉലുൻ മഫാഇലുൻ അങ്ങനെ വന്നാൽ അപ്പോഴേ മനസ്സിലാക്കാം. ഒന്നുകൂടെ പറയാം. അപ്പോ ഫഅഉലുൻ മഫാഇലുൻ വന്നാൽ നമുക്ക് മനസ്സിലായി അതല്ല. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഓരോ ഖത്തിന്റെ ഫസ്റ്റ് പാർട്ട് മസ്റ്റ് ആയിട്ട് പഠിക്കുക. മുസ്തഫ്ഇലുൻ വരുന്നത് 1, 2, 3, 4, 5 കാര്യങ്ങളുണ്ട് മുസ്തഫ്ഇലുൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കാം. മുസ്തഫ്ഇലുൻ എങ്ങനെ എഴുതാം? ഒരു ഹർക്കത്ത്, പിന്നെ ഒരു സുക്കൂൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എഴുതുന്നതിന് പകരം ആദ്യം ഒന്ന് പറഞ്ഞു നോക്കുക. മുസ്തഫ്ഇലുൻ, മുസ്തഫ്ഇലുൻ, മുസ് സബബുൻ ഖഫീഫ്, തഫ് സബബുൻ ഖഫീഫ്, ഐലുൻ വത്തദ് മജ്മൂ. അങ്ങനെ ഓർത്ത് വെക്കുക. ഇനി ഇതിനും ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുസ്തഫ്ഇലുൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അതിന് നമുക്ക് ഓരോ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ചിലത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ ഞാനും കുറച്ച് കണ്ടെത്തിയിട്ടും കൂടെ ഉണ്ട്. അതിന്റെ ട്യൂണുകൾ ഞാനൊന്ന് ഇതിന്റെ കൂടെ പറയാൻ നോക്കാം. ഫി അബ്ഹുരിൽ അർജാസി ബഹറുൻ യസ്ഹുലു. ഫി അബ്ഹുരിൽ അർജാസി ബഹറുൻ യസ്ഹുലു. ഇതെങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുന്നേ? മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ. في أبحر الأرجاز بحر يسهل مستفعل مستفعل مستفعل. കണ്ടോ? മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലു. في أبحر الأرجاز بحر يسهل മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലു. അപ്പൊ നമ്മള് കൂടുതൽ നമുക്ക് അവിടെ ആ എക്സാം ഹാളിൽ നമുക്ക് പാടാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലു എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോ റജിസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ആദ്യം കത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ആദ്യം 16 ബഹറുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മനസ്സിൽ 16 ബഹറുകളുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കത്ത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതാണ് മുസ്തഫ്ഇലാണ് ആദ്യമെങ്കിൽ ബാക്കി ഇത്ര 11ഓളം ബഹറുകൾ ഔട്ടായി. പിന്നീട് നമുക്ക് ഇത് വെച്ച് നോക്കിയാൽ മതി. പിന്നീട് ഈ 5 ബഹറിൽ എത്ര ബഹറാണ് നമ്മുടെ ഓപ്ഷൻ ഉള്ളതെന്ന് നോക്കുക. അപ്പൊ ചിലപ്പോ ഒരുപക്ഷെ ഒരു ബഹറേ ഉണ്ടാവുള്ളൂ. അപ്പോ അത് തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് നമുക്ക് ഉറപ്പിക്കാം. ക്ലിയർ അല്ലേ? അടുത്തത് ബഹറുൻ സരിഉൻ മാലഹു സാഹിലുൻ. മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. ബഹറുൻ സരിഉൻ മാലഹു സാഹിലു
മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. കണ്ടോ? ഫാഇലു, മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. നമ്മൾ നേരത്തെ പാടിയ ടൂൺ ഇതിന് ഒരിക്കലും പാടാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ ബഹർ അങ്ങനെ കണ്ടെത്തുന്നത്. ആദ്യം ഞാൻ ഖത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യം, ഖത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നീട് നമുക്ക് സമയം ലാഭിക്കാം. ഈ 5 എണ്ണം പാടി നോക്കിയാൽ മതി. 5ന്റെ ടൂൺ പഠിച്ചിട്ട് ഈ ടൂൺ ഇൻഷാല്ലാ ഞാൻ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സമയം നഷ്ടപ്പെടുത്താതെ ഒരു 5 മിനിറ്റിനുള്ള ഈ 16 ബഹറും 5 മിനിറ്റ് കൊണ്ട് പാടുന്ന ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഓഡിയോ. അത് അയച്ചു തരാം ഇൻഷാല്ലാ. പിന്നീട് അപ്പോ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലു ഇത് റജിസ് ആണെന്ന് ഇങ്ങനെ കണ്ടെത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് പോകുമ്പോൾ ഈ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇങ്ങനെ 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 വീണ്ടും ഹറക്കത്ത് സുക്കൂൻ ഹറക്കത്ത് സുക്കൂൻ ഹറക്കത്ത് ഹറക്കത്ത് സുക്കൂൻ. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്, അത് റജിസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി അപ്പോ റജിസും അപ്പൊ ഈ പാറ്റേൺ തുടർന്ന് പോവുകയാണെന്ന് നമുക്ക് മനസ്സിലായി ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ അപ്പൊ നമുക്ക് രണ്ട് ഇതായിട്ട് ചുരുക്കാം. ഒരിക്കലും ബസീത്ത് അല്ല എന്ന് മനസ്സിലായി, മുൻസരിഹ് അല്ല എന്ന് മനസ്സിലായി, മുജ്തസ് അല്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നീട് സെരിയന്റെയും റജിസിന്റെയും മാത്രം നിങ്ങൾ പാടി നോക്കിയാൽ മതി, അല്ലെങ്കിൽ തട്ടിച്ചു നോക്കിയാൽ മതി. ഫി അബ്ഹുരിൽ അർജാസ് ബഹ്റിൻ യസ്ഹുലു മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലു. ബഹറുൻ സെരിഉൻ മാലഹു സാഹിറുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. അങ്ങനെ പാടി നോക്കാം. അപ്പോ അത് മാത്രമായി. അപ്പൊ ഇത് നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യാം. പിന്നെ ബസീത്ത് ആണെങ്കിൽ ഇന്നൽ ബസീത ലദൈഹി യുബ്സതുൽ അമലു മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. അപ്പോ എങ്ങനെ പാടാം? മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു മുസ്തഫ്ഇലുൻ ഫാഇലു മുസ്തഫ്ഇലുൻ ഫാഇലു. അതാണ് ബസ്വീത്ത്. അപ്പൊ ഇതുപോലെ ഏത് വന്നാലും അങ്ങനെ പാടി നോക്കാം. അടുത്ത മുൻസരിഹ്. അടുത്ത മുൻസരിഹാണ് മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുഫ്തഇലു. മുൻസരിഹുൻ ഫീഹി റബ്ബുൽ മസ്ലു. അത് എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. അത് ഞാൻ ഉടനെ പറയാം. ചിലപ്പോ പാടിയ ചിലപ്പോൾ തെറ്റിപ്പോ. അടുത്തത് മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുഫ്തഇലു എന്നാണ്. മുൻസരിഹൻ ഫീഹി റബ്ബുൽ മസ്ലു എന്നാണ് അതിന്റെ ഇത് പഠിക്കേണ്ടത്. മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുഫ്തഇലു. അടുത്ത അൽ മുജ്തസ് ആണ്. ഇജ്തുസത്തിൽ ഹറകാത്തു മുസ്തഫ്ഇലുൻ ഫാഇലാത്തു ഇജ്തുസത്തിൽ ഹറകാത്തു മുസ്തഫ്ഇലുൻ ഫാഇലാത്തു. അവിടെയും മുസ്തഫ്ഇലുൻ ഫാഇലാത്തു. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടല്ലോ അല്ലെ? അതിനൊരു കാരണം ഉണ്ട്, അത് പിന്നെ നമുക്ക് പറയാം. അപ്പോ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലു എന്നുള്ളത് റജിസ് ആണ്. മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലുൻ സരിഅ മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു ബസ്വീത്ത് മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുഫ്തഇലു. അത് മുൻസരിഹ്. അടുത്ത മുജ്തസ് ആണ് മുസ്തഫ്ഇലുൻ ഫാഇലാത്തു. മുൻസരിഹിനെ കിട്ടി. മുൻസരിഹുൻ ഫീഹി യുളറബുൽ മസലു മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുഫ്തഇലു മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുഫ്തഇലു. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്ന് റജിസിൻ്റെത് മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലു. സരിഅൻ്റെത് മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. ബസീത്തിന്റെ മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു.
മുൻസരിഹിന്റെ മുസ്തഫഅലുൻ മഫ്ഊലാത്തു മുഫ്തഇലു, മുജ്തസിന്റെ മുസ്തഫഅലുൻ ഫാഇലാത്തു. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഈ ഖത്ത് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ട് ഇങ്ങനെ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് പാർട്ട് ഇങ്ങനെ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ക്ലിയർ അല്ലേ? പിന്നെ ഇതിൽ ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. അതായത് മുസ്തഫഅൽ ഞാൻ ഇവിടെ മുകളിൽ എഴുതിയതിൽ ഞാൻ ലാപ്പിൽ ചെയ്തപ്പോൾ അതിന്റെ ലേഔട്ട് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ അത് തിരിഞ്ഞാണ് വന്നേക്കുന്നത്. മുസ്തഫഅലുൻ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഖത്ത് ചെയ്തപ്പോൾ വന്നേക്കുന്നത്. ഞാൻ അത് എഴുതി തന്നെ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഈ ഒരു പേജ് ക്ലിയർ ആണോ? അപ്പൊ ഇതിലൂടെ 1, 2, 3, 4, 5 ബഹർ നമുക്ക് പഠിക്കാൻ പറ്റി. 5 ബഹർ, 5 ബഹറുകളാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. 5 ബഹർ. അടുത്ത പേജിലേക്ക് പോവാം. ഇത് കുറച്ച് കേട്ട് നോക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പിടികിട്ടും. ക്ലിയർ അല്ലേ? അടുത്തത് ഫാഇലാത്തുൻ. 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 ഫാഇലാത്തുൻ എങ്ങനെയാ ഖത്ത് ചെയ്യുന്നത് നോക്കാം. ഫാ, അപ്പൊ ഫാക്ക് ഒരു ഹറക്കത്ത്, ഒരു സുക്കൂൻ. ഫാ ഐ ഹറക്കത്ത്, ലാ ഹറക്കത്ത്, ലാ സുക്കൂൻ. തു ഹറക്കത്ത്. ഇതിപ്പോ ഓഫ് ആവും കേട്ടോ. വെയിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യെസ്, അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോ മുസ്തഫഇലുൻ നമ്മളിപ്പോ പറഞ്ഞു. മുസ്തഫഇലു, പിന്നെ ബഹ്റുൻ സരിഅൻ മാലഹു സാഹിലു, മുസ്തഫഇലുൻ ഫാഇലു, ഇന്നൽ ബസീത ലദൈഹി യുബ്സത്തുൽ അമലു, മുസ്തഫഇലുൻ ഫാഇലു, മുൻസരിഹുൻ ഫീഹി യുളറബുൽ മസലു, മുസ്തഫഇലുൻ മഫ്ഊലാത്തു മുഫ്തഇലു, ഇജ്തുസ്സത്തിൽ ഹറകാത്തു, മുസ്തഫഇലുൻ ഫാഇലാത്തു. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ബഹറുകൾ വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത പേജില് ഫാഇലാത്തുൻ. ഫാഇ എന്ന് പറയുമ്പോൾ സ്ലൈഡ് ഓൺ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു തോന്നുന്നു അല്ലേ? കാരണം ഇത് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ. ഓക്കെ, പ്രശ്നമില്ല. അപ്പോ ഫാഇലാത്തുൻ എന്ന് പറഞ്ഞപ്പോ നോക്കിയേ, ഫസ്റ്റ് ഫാ വന്നു. ഫാഇലാത്തുൻ. ഫാ എന്ന് പറഞ്ഞപ്പോ ഒരു ഹറക്കത്ത്, പിന്നീട് ഒരു സുക്കൂൻ, പിന്നെ 2 ഹറക്കത്ത്. അതാണ് ഇല 2 ഹറക്കത്ത്. ഇല എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു ലാമിന് നീട്ടാൻ വന്ന അലിഫ് സുക്കൂൻ. തുൻ ഒരു ഹറക്കത്ത്, തു പിന്നെ ന്. അപ്പൊ ഈ ഒരു തഫ്ഈലത്ത് പഠിച്ചു വെക്കാം. ഈ ഒരു തഫ്ഈലത്ത് കണ്ടോ? ആദ്യം ഹറക്കത്ത്, സുക്കൂൻ, 2 ഹറക്കത്ത്, സുക്കൂൻ, ഹറക്കത്ത്, സുക്കൂൻ. ഈ ഒരു പാറ്റേൺ നമ്മുടെ മനസ്സിൽ വേണം. ഇത് കഴിഞ്ഞാൽ, അപ്പൊ ഇത് വന്നാൽ നമ്മൾ കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ മുസ്തഫഇലുൻ എന്നുള്ള തഫ്ഈലത്ത് പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ 16 ബഹയിൽ നിന്ന് ഈ 5 പേരെ തനിച്ചാക്കാൻ പറ്റി. അതില് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ച് കുത്തിക്കണം. അത് എന്താണ്? റജ്സാണ്. ഇനി 2 അടുപ്പിച്ച് വരുന്നുണ്ട്, പക്ഷേ നമുക്ക് ജസ്റ്റ് ആദ്യത്തെ മുസ്തഫഇലിന് ആ ഒരു രീതി പാടിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി അത് ശരിയാണെന്ന്. ഇനി ബാക്കി, അപ്പൊ പിന്നെ ഇത് 2 അല്ലെങ്കിൽ പിന്നെ ബാക്കി 3 പാടി നോക്കുക. ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഇത്രയും പറഞ്ഞ പോലെ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കാറില്ല. പിന്നെ റജ്സ് ചോദിക്കാറുണ്ട്, ബസീത്ത് ചോദിക്കാറുണ്ട്, തൊവീൽ ചോദിക്കാറുണ്ട്, വാഫർ ചോദിക്കാറുണ്ട്, കാമിൽ ചോദിക്കാറുണ്ട്. പിന്നെ ഇനിയെങ്ങാനും മറ്റേത് ചോദിച്ചാലോ എന്ന് കരുതിയാണ്. അതായത് നമുക്ക് PSCക്ക് എന്ത് ചോദിക്കുന്ന അറിയില്ല. കാരണം ഇളുമാറൊന്നും അങ്ങനെ സാധാരണ ചോദിക്കേണ്ടത്
അത്ര കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇളുമാർ പോലും കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതെന്റെ ഞാൻ പ്രിപ്പയർ ചെയ്ത ആ ഒരു PPT-യിൽ അത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോ ഇന്നൽ ബസ്വീത ലദൈഹി യുബ്സത്തുൽ അമലു മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. അപ്പൊ ഇങ്ങനെ പാടി നമുക്ക് ഓരോന്ന് കണ്ടെത്താന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞപ്പോ 4 എണ്ണം ഒരേപോലെ വന്നു. എല്ലാത്തിന്റെയും സ്റ്റാർട്ട് നോക്കിയാൽ നിങ്ങൾ ഫാഇലാത്തുൻ ഫാഇലാത്തുൻ എന്നാ പറഞ്ഞത്. ഫാഇലാത്തുൻ. ഇപ്പൊ ലി മദീദ് ഈ പാട്ടിൽ തന്നെ ഞാൻ പ്രത്യേകിച്ച് ആ പേര് എഴുതാത്തത് ഈ പാട്ട് പഠിച്ചാൽ മതി. നമുക്ക് ആ ബഹർ അതിൽ തന്നെ കിട്ടുമല്ലോ. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് കാണാമല്ലോ. യെസ്, ഹൈലൈറ്റ് ചെയ്ത് കാണാമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്നറിയില്ല, മാണിക്യ മുത്തുമാല ഇത് എടുത്തു ചാർത്തിയെന്ന് അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. ലിമദീദി ശഅരി ഇൻദി സിഫാതു ഫാഇലാത്തുൻ ഫാഇലുൻ ഫാഇലാത്തു. അങ്ങനെ ലിമദീദി ശഅരി ഇൻദി സിഫാതു ഫാഇലാത്തുൻ ഫാഇലുൻ ഫാഇലാത്തു. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അല്ല പാടാൻ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാമല്ലോ. ഫാഇലാത്തുൻ ഫാഇലുൻ ഫാഇലാത്തു. അപ്പൊ അങ്ങനെ പറഞ്ഞു വെക്കാൽ മതി. അപ്പൊ ഫാഇലാത്തുൻ. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾ, മുറക്കബൻ ഈ ഫാഇലാത്തുൻ ചേർന്ന എങ്ങനെയൊക്കെയാണ്? ഫാ എന്ന് പറയുന്ന സബബുൻ ഹഫീഫും ഐല എന്ന് പറയുന്ന വത്തദ് മജ്മൂ. പിന്നീട് വീണ്ടും ഒരു സബബ് ഹഫീഫ് വന്നു, അത് ലാസ്റ്റ് തുൻ. കണ്ടോ? അപ്പൊ ഈ 3 കാര്യങ്ങൾ ചേർന്നിട്ടാണ് യെസ് അതെ ആനർഗ മുത്തുമാല എന്ന പാട്ടാണ് അല്ലെ. യെസ്, ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ് എവിടെയോ ഒപ്പനയ്ക്ക് നമ്മുടെ ആ ബാച്ചിലെ കുട്ടികളെ കളിച്ച് അത് ഓർത്തിട്ടാണ് അത് പാടി. അപ്പോ ലി മദീദി ശഅരി ഇൻദി സിഫാത്തു ഫാഇലാത്തുൻ ഫാഇലുൻ ഫാഇലാത്തു. അടുത്തത് റമലുൽ അബ്ഹൂരി തർവിഹി സിഖാത്തു ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലാത്തു. ഇത് ഏതെന്ന് വെച്ചാൽ മറ്റേ അല്ലാഹു അഹദ് എന്ന ഒരു പാട്ടുണ്ടല്ലോ, അതില് നേരം പോയി കാലം പോയി ആയുസ്സിന്റെ നീളം പോയി പിടികൂടും മരണമെന്നോർത്തു. ആ ഒരു വരിയിലാണ് ഞാൻ നോക്കിയത്. റമലുൽ അബ്ഹുരി തർവിഹി സിഖാത്തു ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലാത്തു ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലാത്തു റമലുൽ അബ്ഹുരി തർവിഹി സിഖാത്തു ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലാത്തു. അപ്പോ ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലാത്തു. അപ്പൊ പറയാൻ കിട്ടാത്തവര് ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലാത്തു. ഇങ്ങനെ വേറെ ഒന്നും വരില്ല. ഫാഇലാത്തുൻ ഫാഇലുൻ നല്ല വ്യത്യാസമില്ലേ? അപ്പൊ അങ്ങനെ നോക്കുക. അപ്പൊ കത്ത് ചെയ്ത് ആദ്യം നോക്കുക, പിന്നെ ഇങ്ങനെ നോക്കുക. ഫാഇലാത്തുൻ ഫാഇലാത്തുൻ ഫാഇലാത്തു എന്ന് വരുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തത് യാ ഖഫീഫൻ ഖഫത് ബിഹിൽ ഹറകാത്തു ഫാഇലാത്തുൻ മുസ്തഫഇലുൻ ഫാഇലാത്തു. ഇപ്പൊ ഇത് എങ്ങനെ എഴുതാന്ന് പറഞ്ഞാല്, നേരത്തെ മുസ്തഫഇലിന്റെ തഫ്ഈലത്ത് എഴുതി പഠിച്ച ഒരാൾക്ക് ആദ്യം ഫാഇലാത്തുനാണ് തുടക്കമെന്ന് കിട്ടി, കത്ത് ചെയ്തപ്പോ കിട്ടിയെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ, അടുത്തത് മുസ്തഫഇലാണ്. അപ്പോ ഫാഇലാത്തിന് ശേഷം മുസ്തഫഇലുൻ എന്നുള്ള വരുന്നത് ഏതിലാണ്? ഖഫീഫിലാണ്. ഇതേന്ന് വെച്ചാല് മറ്റേ ആഗലോക കാരണമുത്തൊളി അങ്ങനെ ഉണ്ടല്ലോ, ആഗലോക കാരണമുത്തൊളി യാ റസൂലേ, ആ വരിയിലാണ് ഞാൻ നോക്കിയത്. യാ ഖഫീഫത് ഖഫത് ബിഹിൽ ഹറകാത്തു ഫാഇലാത്തുൻ മുസ്തഫഇലുൻ ഫാഇലാത്തു യാ ഖഫീഫൻ ഖഫത് ബിഹിൽ ഹറകാത്തു ഫാഇലാത്തുൻ മുസ്തഫഇലുൻ ഫാഇലാത്തു. അപ്പോ അതാണ് അങ്ങനെ. അടുത്ത ഇഖ്തലിബ് കമാ സഅലു. ഇതിൽ നിന്ന് തന്നെ പേരുണ്ട്. ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന എല്ലാം അതിന്റെ പേരാണ് കേട്ടോ. അപ്പൊ പേര് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. മദീദ് ആണെങ്കിൽ ലി മദീദി ശഅരി ഇൻദി സിഫാത്തു. റംലാണെങ്കിൽ റമലുൽ അബ്ഹൂരി തർവിഹി സിഖാത്തു. ഖഫീഫ് ആണെങ്കിൽ യാ ഖഫീഫൻ ഖഫത് ബിഹിൽ ഹറകാത്തു. മുഖ്തലബ് ആണെങ്കിൽ ഇഖ്തലബ് കമാ സഅലു. അപ്പോ ഇഖ്തലബ് കമാ സഅലു ഫാഇലാത്തു മുഫ്തഇലു ഇഖ്തലബ് കമാ സഅലു ഫാഇലാത്തു മുഫ്തഇലു. അപ്പോ ഈ ഒരു ഇതിൽ നോക്കിയാല്
ഇത് കിട്ടും. കാരണം നമുക്ക് ഇനി നോക്കിയേ, വേറെ ഒന്നിലും ഇതേപോലെ നമുക്ക് ഒന്നിന്റെ വസ്ന് തന്നെ അടുത്തതിന് വരില്ല. അപ്പൊ എഴുതി നോക്കിയാൽ തന്നെ പകുതി കിട്ടും. അപ്പൊ ഏതായാലും നമ്മുടെ ഓപ്ഷനിൽ മിക്കവാറും ഉണ്ടാകുന്നത് ഇങ്ങനെയായിരിക്കും. റമൽ ഉണ്ടാവും ഓപ്ഷനില്. സാറ് വോയിസ് പോയല്ലോ. സാറ് വോയിസ് പോയല്ലോ. ഓഫായി. സോറി. ക്ലിയർ അല്ലേ? അപ്പോ ഇതില് ഫായിലാത്തുൻ അപ്പൊ ഓപ്ഷൻ ഉദാഹരണം റമലുണ്ടാവും, പിന്നീട് തൊവീലായിരിക്കും, പിന്നീട് വാഫറായിരിക്കും, പിന്നെ അതുപോലെ നമ്മൾ പഠിച്ച ഹസ്ജായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ കത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹർക്കത്ത് ഒരു സുക്കൂൻ, രണ്ട് ഹർക്കത്ത് ഒരു സുക്കൂൻ, ഒരു ഹർക്കത്ത് ഒരു സുക്കൂൻ, ഈ ഒരു രീതി വന്നാൽ തന്നെ നമുക്ക് മനസ്സിലായി വേറെ ഒന്നുമല്ല, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മദീദ്, റംല്, ഖഫീഫ്, മുഖ്തലബ്. ഇനി ഓപ്ഷനിൽ മിക്കവാറും ഈ 4 എണ്ണം അവിടെ ഉണ്ടാവില്ല, കാരണം അത്രയും മുറിച്ച് അവർ ചോദിക്കാറില്ല. അപ്പൊ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ക്ലിയർ അല്ലേ? അടുത്തത് ഫഊലുൻ, നമ്മുടെ ഇഷ്ടപ്പെട്ട വരിയാണ് അല്ലെ, ബഹറാണ്, കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഫഊലുൻ എന്ന് പറയുമ്പോൾ 2 ഹർക്കത്ത് ഒരു സുക്കൂൻ. 2 ഹർക്കത്ത് ഒരു സുക്കൂൻ എന്താ പറഞ്ഞേ? 2 ഹർക്കത്തും ഒരു സുക്കൂൻ നമ്മൾ എന്താ പഠിച്ചേ? യെസ്, വത്തത് മജ്മൂ ആണ്. ലുൻ എന്താ? ലുൻ അടുത്തത് ലുൻ. യെസ്, ഖഫീഫ്. ഇപ്പൊ പിടികിട്ടിയില്ലേ ഒരു തഫ്ഈലത്ത് എന്തൊക്കെ ചേർന്നാ ഉണ്ടായെന്ന്? ഫഊലുൻ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫഊലുൻ. നമ്മൾ പറഞ്ഞില്ലേ തുടക്കത്തില്, ഖലീൽ ഇബ്നു അഹ്മദ് ഈ നമ്മുടെ ചുറ്റിക കൊണ്ട് അടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഖത്ത എന്ന് തന്നെ പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു താളത്തിന് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നോക്കിയേ, ത്വവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫായിലു ത്വവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫായിലു. അപ്പോ ത്വവീലുൻ കണ്ടോ, ത്വവീലുൻ ഫഊലുൻ ലഹു ദൂനൽ മഫായിലുൻ. അപ്പോ ദൂനൽ ബുഹൂരി ഫളായിലു മഫായിലു. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും നമ്മൾ സ്ലോ പേസിൽ നമ്മൾ പറഞ്ഞാൽ തന്നെ നമുക്കത് കിട്ടുന്നതാണ്. അടുത്തത് മുത്തഖാരിബാണ്. അപ്പൊ ഇവിടെ വില്ലനായിട്ട് വരുന്നത് പലരും എന്ത് ചെയ്യും, നമ്മൾ തൊവീല് ഖത്ത് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. തൊവീൽ എങ്ങനെയാണ് ഒരു വത്തത് മജ്മുഉം ഒരു ഖഫീഫുമാണെന്ന് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് ഓരോന്നിങ്ങനെ ഓരോ വര ഇടേണ്ട പാടില്ല. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തൊവീലാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ തൊവീലിന്റെ ഒരു ഘടന. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് വെച്ച് ഓർമ്മയില്ലേ, ചാറ്റിൽ ആദ്യം വത്തത് മജ്മു എന്ന് കുറെ പേര് എഴുതി, പിന്നീട് ഖഫീഫ് എന്ന് എഴുതി. അപ്പൊ തന്നെ തൊവീലിന്റെ തഫീൽ നിങ്ങളെ മനസ്സിലിപ്പോ ഉണ്ട്. പക്ഷേ ഈ തഫീലത്ത് കാണുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തൊവീൽ എന്ന് പറഞ്ഞ് ഇനിയിപ്പോ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ഉൾപ്പെടുത്തുന്നെങ്കിൽ എന്ത് ചെയ്യും, മുത്തഖാരിബ് ഉൾപ്പെടുത്തും. അപ്പൊ നമ്മൾ ഫഊലുൻ എന്ന് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കയറി തൊവീലിന് മാർക്ക് ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ തെറ്റും. ഫഊൽ എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കണം? മുത്തഖാരിബാണെങ്കിൽ നമ്മൾ പഠിച്ച ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, 2 ഹർക്കത്ത് ഒരു സുക്കൂൻ, ഒരു ഹർക്കത്ത് ഒരു സുക്കൂൻ, വീണ്ടും 2 ഹർക്കത്ത് ഒരു സുക്കൂൻ, ഒരു ഹർക്കത്ത് ഒരു സുക്കൂൻ, വീണ്ടും 2 ഹർക്കത്ത് ഒരു സുക്കൂൻ,
ഒരു ഹർക്കത്ത് ഒരു സുക്കൂൻ ഇങ്ങനെ വന്നാൽ അപ്പോഴേ മനസ്സിലാക്കുക തൊവീലല്ല മുത്തഖാരിബാണെന്നുള്ളത്. ക്ലിയർ ആണോ? അനിൽ മുത്തഖാരിബി ഖാലൽ ഖലീൽ ഫഊലുൻ 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 ഫഊൽ. അനിൽ മുത്തഖാരിബി ഖാലൽ ഖലീൽ ഫഊലുൻ 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 ഫഊൽ. കിട്ടിയല്ലോ. നമ്മളിപ്പോ എത്ര ബഹർ ചർച്ച ചെയ്യുന്നറിയോ? ആദ്യം 5 ബഹർ, പിന്നീട് 4, ഇപ്പോ 2 ബഹർ. യെസ്. അടുത്തത് ഒരിക്കലും നിങ്ങൾ തെറ്റാൻ പാടില്ലാത്ത ബഹറാണ്. കാരണം മുഫാഅലത്തുനിൽ തുടങ്ങുന്ന ഒരേ ഒരു ബഹറേ ഉള്ളൂ. ഒരേ ഒരു ബഹർ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹർ. ഇതാണ്. അതെന്താണെന്ന് അറിയില്ല. മുഫാഅലത്തുൻ എന്നുള്ള നമ്മുടെ വാഫറാണ് ഈ ഒരു ബഹർ. 2 ഹറക്കത്ത് ഒരു സുക്കൂൻ. അപ്പൊ എന്തായി? 2 ഹറക്കത്ത് ഒരു സുക്കൂൻ. അപ്പോ മുഫ. മുഫ എന്താ? മുഫ എന്താണ്? മുഫ വത്തത് മജ്മു. അല എന്താ? അല അല അല. നമ്മൾ മുഫ കഴിഞ്ഞു. അല 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 ഖഫീഫ് ആണോ എന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഖഫീഫ് അല്ല. യെസ്, സഖീലാണ്. അപ്പൊ സബബുൻ സഖീൽ വന്നു. ഇനി സബബുൻ ഖഫീഫും ഉണ്ട്. കണ്ടോ? മുഫ വത്തത് മജ്മു, അല സബബ് സഖീല്, തുൻ 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 ഖഫീഫ്. കിട്ടിയല്ലോ. മുഫാഅലത്തുൻ ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ പഠിച്ചു. വത്തത് മജ്മു, സബബ് സഖീല്, സബബ് ഖഫീഫ്. വത്തത് മജ്മു, സബബ് സഖീല്, സബബ് ഖഫീഫ് എന്നാണ് മുഫാഅലത്തുൻ വാഫിറാണ് ബഹർ. ക്ലിയർ അല്ലേ? ഇനി അതിന്റെ പാട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. ബുഹൂറു ശഅരി വാഫിറുഹാ ജമീലുൻ മുഫാഅലത്തുൻ ഫഊലു. ബുഹൂറു ശഅരി വാഫിറുഹാ ജമീലുൻ മുഫാഅലത്തുൻ ഫഊലു. ക്ലിയർ അല്ലേ? ഒരേ ഒരു ആരൊക്കെ കോഡൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ബുഹൂറു ശഅരി വാഫിറുഹാ ജമീലുൻ മുഫാഅലത്തുൻ ഫഊലുൻ. അപ്പോ ബുഹു എന്ന് പറയുമ്പോൾ മഫാ, പിന്നെ റുഷ് എന്ന് പറയാം. അപ്പോ മുഫാഅലത്തുൻ തുൻ. അപ്പൊ അങ്ങനെ ഓരോന്ന് ചെയ്ത് പഠിക്കുക, ഖത്ത് ചെയ്ത് പഠിക്കുക. അത് നമുക്ക് പിന്നീട് ചെയ്യാം, വർക്കുകൾ അയച്ചു തരാം. ഇനിയുള്ളത് ഇത് ഏത് ബഹ്റാന്ന് മനസ്സിലായോ? ഞാൻ അതിന്റെ നേരിട്ട് അതിന്റെ പേര് എഴുതിയിട്ടില്ല. യെസ്, മുത്തദാറക്. യെസ്. ഓക്കെ, മുത്തദാറക്കാണ്. പക്ഷേ പല മുൻനിര ഗൈഡുകളിൽ പോലും അവിടെ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ പലതരം കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് ഹറക്കാത്തുൽ മുഹദ്ദസി തൻതഖിലു, ഇത് മുത്തദാറക്കിന്റെ ബഹറാണ്. പക്ഷേ മുത്തദാറക്കിന്റെ ഒറിജിനൽ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാന്ന് അറിയോ? ഫാഇലുൻ എന്ന് വേണം വരാൻ. ഫാഇലുൻ. അപ്പോൾ അതാണ് മുത്തദാറക്ക്. പക്ഷെ മുത്തദാറക്കിന്റെ ഹബിന് വന്ന ഫോമാണ്, അഥവാ ഹബിൻ എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന, നേരത്തെ പറഞ്ഞിരുന്നു, ഇല്ലത്ത് സംഭവിക്കുമ്പോഴാണ് ഹറക്കത്ത് പോയിട്ട് ഫാ മാറി ഫായിലുൻ എന്ന് മാത്രമാണ് സുക്കൂനുള്ള രണ്ടാമത്തെ അക്ഷരം കളയുന്നത്. അപ്പോൾ ഇത് ഒന്ന് നോക്കാം. ഒരു വൈറലായ ഒരു പാട്ടുണ്ടല്ലോ, അതിന്റെ ആ ഒരു പാട്ടിന്റെ ട്യൂണാണ് എനിക്ക് കിട്ടിയത്. ഹറകാത്തുൽ മുഹദ്ദസി തൻതഖിലു ഫഅയിലുൻ ഫഅയിലുൻ ഫഅയിലു. ഹറകാത്തുൽ മുഹദ്ദസി തൻതഖിലു
ഫായിലുൻ ഫായിലുൻ ഫായിലു. യെസ്, അത് തന്നെയാണ് ഒരു നാൾ. അപ്പോ ഇത് ക്ലിയർ ആയല്ലോ. ഹറക്കാത്തുൽ മുഹദ്ദസി തൻതഖിലു ഫായിലുൻ ഫായിലുൻ ഫായിലുൻ. അപ്പൊ പലരും മുത്തദാറക്കിന്റെ ബഹർ നോക്കിയിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലല്ലോ എന്ന് പലരും ചിന്തിക്കും അല്ലെ. പലരും ഈ ഹറക്കാത്തുൽ മുഹദ്ദസി തൻതഖിലു തന്നെ പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഫായിലുൻ 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 എന്നാണ്. അപ്പൊ അവർക്ക് കത്ത് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു സംശയം വരും. ഫ ഓക്കെ, ഹറ, പിന്നെ അങ്ങനെ അങ്ങനെ വന്നിട്ട് ഫായിലുൻ അവിടെ എത്തുമ്പോൾ ഒരു ഡൗട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. കത്ത് ചെയ്യുമ്പോൾ പറയുന്ന റസൂൽ നബി നാളെ. അതാണ് ടോൺ. ഇനി മുഹദ്ദസിന്റെ തന്നെ ഒറിജിനൽ ഫോം മുത്തദാറക്ക് എങ്ങനെ വരുവാ എന്നാ പറഞ്ഞത്? ഫായിലുൻ എന്നും വരാം, ഫായിലുൻ എന്നും വരാം, ഫായിലുൻ എന്നും വരാം. അപ്പൊ അത് കൺഫ്യൂഷൻ ആവരുത്. ഈ 3 രൂപത്തിലും വരൽ അനുവദനീയമായ ഒരു ബഹറാണ് മുത്തദാറക്ക്. ഇവിടെ മുഹദ്ദസായിട്ട് വന്നത് ഫായിലുൻ 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 എന്നാണ്. പക്ഷെ ഫായിലുൻ എന്ന് വരും. അത് ഏത് ടൂണിൽ പാടാൻ പറ്റും എന്ന് പറഞ്ഞാല് ഫായിലുൻ 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 ഫായിലു ഫായിലുൻ 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 ഫായിലു അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയ. അപ്പൊ ഈ ഒരു ടൂണിൽ പാടിയാല് ഫായിലുൻ കിട്ടും, അമ്പിളിച്ചേലുള്ള. വെരി ഗുഡ്. അപ്പോ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയായിട്ട് ബഹർ. ഇനി അവസാനത്തെ എത്ര ബഹറുണ്ട്? ഇനി 2, ഇനി 3 ബഹർ കൂടിയേ ഉള്ളൂ. അതോടെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കാരണം കുറെ പേർക്ക് പെരുന്നാളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് മുത്തദാർക്ക് പറഞ്ഞു. ഇനി അടുത്തത് മുത്തഫായിലുൻ തുടങ്ങുന്നത്. മുത്ത എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ ചേർന്നേ? മുത്ത എന്ന് പറയുമ്പോ സബബ് സഖീൽ. യെസ്. ഫാ സബബ് ഖഫീഫ്. ഐലുൻ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ പഠിച്ചാലും ഐലുൻ പഠിച്ചിട്ടുണ്ട്. ഐലുൻ വത്തത് മജ്മു ആണ്. യെസ്. അപ്പോ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബഹറിൽപ്പെട്ടതാണ് കമുലൽ ജമാലി മിനൽ ബുഹൂരിൽ കാമിലു. കാമിലിന്റെ ഇതാണ്, വസ്നാണ് ഇത്. കമുലൽ ജമാലി മിനൽ ബുഹൂരിൽ കാമിലു മുത്തഫായിലുൻ മുത്തഫായിലുൻ മുത്തഫായിലു. യെസ്. അപ്പൊ ഇത് കാമിലിനെയാണ്. മുത്തഫായിലുൻ മുത്തഫായിലുൻ മുത്തഫായിലുൻ. ഇതും റയറായ ബഹറാണ്, ആരും തെറ്റിക്കരുത്. ഏതുപോലെ? വാഫിർ പോലെ. വാഫിർ നമ്മൾ പറഞ്ഞു. അതുപോലെ തൊവീൽ പറഞ്ഞപ്പോ പറഞ്ഞു. തൊവീലാണ് പറഞ്ഞത് അല്ലെ? തൊവീൽ നഹുദൂന. അതുപോലെ വാഫിർ പറഞ്ഞപ്പോ പറഞ്ഞു കാമില്. അപ്പൊ ഇതെല്ലാം യുണീക്ക് ആയതാണ്. ഇതൊരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്തതാണ്. നോക്കേണ്ടത് സബബുൻ സഖീലാണോ, സബബുൻ ഖഫീഫാണോ, പിന്നീട് വത്ത് മജ്മു ആണോ എങ്കില് കാമിൽ. ലാസ്റ്റ് ബഹർ ഇൻഷാ അല്ലാഹ് മഫായിലുൻ വരുന്ന വസ്ന്. മഫാ എന്ന് പറയുമ്പോ മഫ 2 ഹറക്കത്ത് 1 സുക്കൂന്, 1 ഹറക്കത്ത് 1 സുക്കൂന്, 1 ഹറക്കത്ത് 1 സുക്കൂന്. അപ്പൊ മഫ എന്ന് പറഞ്ഞപ്പോ എന്തായി അവിടെ? മഫാ വത്തത് മജ്മു. അടുത്തേ ഐ ഐ ഐ ഐ ഐ. യെസ്, സബബുൻ ഖഫീഫ്. ലുൻ ഐലൻ സബബുൻ ഖഫീഫ്. അപ്പൊ 2 സബബുൻ ഖഫീഫ് ലാസ്റ്റും 1 വത്ത് മജ്മു ഫ്രണ്ടിലും ആണെങ്കിൽ 2 ചാൻസ് ഉണ്ട്. അതിൽ ഒന്നിന് നൂനില്ല, പക്ഷേ അഹജാസ് തസ്ഹീലു. അപ്പൊ നോക്കാം. അലൽ അഹ്സാജി തസ്ഹീലു മഫായിലുൻ മഫായിലുൻ അലൽ അഹ്സാജി തസ്ഹീലു മഫായിലുൻ മഫായിലുൻ. അപ്പൊ ഇതാണ് ഹസജിന്റെ അയാ റഹ്മാനി അൻഷിദനാമ അങ്ങനെ എന്തോ അല്ലേ? യെസ്.
പിന്നെ അതുപോലെ സ്വലാത്തുല്ലാ സലാമുല്ലാ അതൊക്കെ ഇതിൽ പറയാം. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അപ്പൊ എല്ലാം ഇതിൽ വരുന്നതാണ്. ഇനി മുലാറഅത്ത് തുഅദ്ദുൽ മുലാറഅത്തു മഫാഇലു ഫാഇലാത്തുൻ തുഅദ്ദുൽ മുലാറഅത്തു മഫാഇലു ഫാഇലാത്തുൻ. അപ്പോ ഇതോടുകൂടി നമ്മുടെ ബഹർ എല്ലാം സെറ്റ് ആയിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പറ്റും. പിന്നെ പാടാൻ അറിയാത്തവര് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ കിട്ടും. മുത്തദാരിക്ക് പറയോ? മുത്തദാരിക്ക് പറയാം. ഓക്കെ. മുത്തദാറക്ക് രണ്ട് വിധത്തിൽ വരുമെന്ന് പറഞ്ഞു. ഒന്ന് മുത്തദാറക്കിന്റെ തന്നെ ഹബിനായ ഫോം. ഹബിൻ എന്ന് പറഞ്ഞാല് ഇല്ലത്ത് സംഭവിക്കുന്നതാണ്. ഈ കവിതയിൽ ചെറിയൊരു മാറ്റം വരും. അത് ഞാൻ ജസ്റ്റ് ആ ഒരു PPT ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ അത് എടുത്ത് തീരണമെങ്കിൽ ഇന്നത് തീരില്ല. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അത് കൈവച്ചാൽ അത് തീരാത്ത മേഖലയാണ്. ഇതില് ഇളുമാർ ചോദിച്ചിട്ടുണ്ട്, ഹബിൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇതെല്ലാം എന്താണ് തിരിച്ചറിയാമോ? ഇളുമാർ, ഹബിന്, വഖ്സ്, തൊയ്യ്, അഖ്ല്, കഫ്, ഖബ്ള്, അസ്ബ് എല്ലാം തിരിച്ചറിയാമോ? അപ്പോ ഞാൻ ചോദിക്കാം, രണ്ടാമത്തെ സുക്കൂനുള്ള അക്ഷരത്തെ കളയുന്ന ഏതാണ്? യെസ്, ഹബിനാണ്. ഹബിന്. ഇത് PSC ചോദിച്ചാണ്. അതുപോലെ അപ്പൊ ഇളുമാർ എന്താണ് ഇളുമാർ? അപ്പൊ അത് കുഴപ്പമില്ല, അറിയാത്ത ടെൻഷൻ അടിക്കണം. ഇൻഷാല്ലാ നമുക്ക് അത് പഠിക്കാം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ മുത്തദാർക്കിന്റെ ബഹർ ചോദിച്ചത് ഞാൻ അതിലോട്ട് പോകാൻ തിരിച്ച്. അപ്പോ മുത്തദാർക്കിന്റെ ബഹറിൽ ഹബിന് സംഭവിക്കുമ്പോഴാണ് അത് ഫായിലുൻ എന്നായി മാറുന്നത്. ഫായിലുൻ ആണെങ്കിൽ ഹറകാത്തുൽ മുഹദ്ദസി തൻതഖിലു ഫായിലുൻ ഫായിലുൻ ഫായിലു ഹറകാത്തുൽ മുഹദ്ദസി തൻതഖിലു ഫായിലുൻ ഫായിലുൻ ഫായിലു. ഇനിയിപ്പോ നമ്മുടെ ഹബിന് സംഭവിക്കാത്ത രൂപമാണെങ്കിൽ ഫായിലുൻ. അപ്പൊ എങ്ങനെ പാടാം? ഫായിലുൻ 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 ഫായിലു ഫായിലുൻ 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 ഫായിലു. അപ്പൊ അങ്ങനെ ആവും. ഓക്കെ. അപ്പൊ ഇളുമാർ എന്താ? ഇളുമാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇളുമാർ എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ഹറക്കത്തുള്ള അക്ഷരത്തിനെ സുക്കൂനാക്കുന്നതാണ് ഇളുമാർ. അപ്പൊ അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് നിങ്ങളേതായിട്ടൊന്ന് റെഫർ ആയിട്ട് വാ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ അത് എളുപ്പമായിരിക്കും. അപ്പൊ ഇതെല്ലാം കൺക്ലൂഡ് ചെയ്യാലോ ഇൻഷാല്ലാ. شكرا جزيلا على حسن استماعكم ومشاركتكم ومتابعتكم. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. അജ്ജാപ്പാമടാ മാണിക്കല്ലാളെ ഇങ്ങളെ ഞമ്മളെ പെങ്ങളെ മക്കളും തെങ്ങി വിളങ്ങി ഒരുങ്ങണ മംഗലം വല്ലാത്തൊരതിർപ്പത്തിൻ കുതുകുലമാ ബംഗീഷ കുതിപ്പത്ത പുതുമാ കല്യാണ ചെറുക്കന്റെ വല്യമ്മ തിരക്കിട്ട് കുമ്പളങ്ങ ചാറ് വെക്കാൻ അരിഞ്ഞിടുന്നേ തേങ്ങ ചിരകിടുന്നേ അമ്മിയിലരച്ചിടുന്നേ വല്ലാത്തൊരതിർപ്പത്തിൻ കുതുകുലമാ ബംഗീഷ കുതിപ്പത്ത പുതുമാ വല്ലാത്തൊരതിർപ്പത്തിൻ കുതുകുലമാ ബംഗീഷ കുതിപ്പത്ത പുതുമാ അജ്ജാപ്പാമടാ മാണിക്കല്ലാളെ ഇങ്ങളെ ഞമ്മളെ പെങ്ങളെ മക്കളും തിങ്ങി വിളങ്ങി ഒരുങ്ങണ മംഗലം എജ്ജാതി കുളിരിട്ട് കരളുള്ളം തുടി കൊട്ടാനെമ്പാടും അലങ്കാര പൊലിവുകളാ കജ്ജാലക്കൊടി നിളച്ചത്തേ പടി തൊട്ട് കണ്ണഞ്ചും പല വന്ന പനീസുകൾ മത്താരണച്ചെപ്പിൽ സ്വരലോകം വിരിക്കും മനമുണരും ഗുരുനിരപൻ കൈകൾ മൈലാഞ്ചിക്കത്ത് കോലായി പടപ്പുറം പന്തലവട്ടം പുരുഷാരം സഭ നിറയും ചിരി പടരും കാരണം ഒരുക്കാനത്ത് നാലും കൊട്ടി മുറുക്കി രസിത്തവർ വട്ടം കൂടി പാട്ടുകൾ കെട്ടിപ്പാടി അവർ പാടി നമ്മളും പാടി നിങ്ങളും പാടി ഹേ വല്ലാത്തൊരതിർപ്പത്തിൻ കുതുകുലമാ ബംഗീഷ കുതിപ്പത്ത പുതുമാ വല്ലാത്തൊരതിർപ്പത്തിൻ കുതുകുലമാ ബംഗീഷ കുതിപ്പത്ത പുതുമാ. ഓക്കെ, എന്തായാലും നിങ്ങളൊരു ന്യൂ ജനറേഷൻ ടീച്ചറാണ് കേട്ടോ. കാരണം കുട്ടികൾ പാടാൻ പറയുമ്പോ പാടുന്നതൊക്കെ ആ ഒരു
ടൈപ്പ് ടീച്ചേഴ്സ് ആണ്. മാഷാ അല്ലാ, സന്തോഷം, ഭയങ്കര സന്തോഷം. പ്രാർത്ഥനയിൽ ഉണ്ടാവും ഇൻഷാ അല്ലാ. ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ പാട്ട് കേട്ടവർ മൊത്തം അങ്ങോട്ട് ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ഓക്കെ, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ മക്കളെ. എല്ലാവരും ജോലിയിൽ കയറട്ടെ. ഒരുപാട് സന്തോഷം. പഠിക്കുന്ന ഒരുപാട് ചെറിയ കുട്ടികളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ ഏറ്റവും ഇളയ അനിയത്തിയുടെ ഒക്കെ പ്രായമാകുമ്പോൾ ആ 20 വയസ്സിന്റെ തൊട്ട് മേലോട്ട് 25ന്റെ ഒക്കെ താഴോട്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളൊന്ന് പഠിക്കുന്ന കാലത്ത് PSC എന്നൊരു സംഭവം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. PSC ഉണ്ട്, 1 ടൈം രജിസ്ട്രേഷൻ ഒക്കെ എപ്പോഴാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഇപ്പൊ അതല്ല, നിങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ ഒരുപാട് ആൾക്കാർ കോളേജിൽ നിന്നായാലും കോച്ചിങ് ഇടുന്നുണ്ട്, ടീച്ചേഴ്സിന്റെ മോട്ടിവേഷൻ ഉണ്ട്. കറക്റ്റ് നിങ്ങൾ ആ വഴികളിൽ കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കണം. അല്ലാതെ ഞങ്ങളുടെ ഒരു ജനറേഷൻ അല്ല, ഞങ്ങളൊക്കെ സ്വന്തമായിട്ട് ഇതൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞ് സ്വന്തമായിട്ട് എന്തൊക്കെയോ നേടിയെടുത്തതാണ് കുറെയൊക്കെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ നിങ്ങളുടെ കാലഘട്ടം അതല്ല. കാരണം 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 9ാം ക്ലാസ്സിലാവുന്ന കുട്ടിക്ക് തന്നെ എന്തുണ്ട്, നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കണം എന്നുള്ളൊരു താഴത്തുണ്ട്, ഫ്യൂച്ചറിൽ എന്തായിരിക്കണം എന്നുള്ള ബോധമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു അത്രയും ബോധം കുട്ടിയൊക്കെ ഉണ്ട്. ഞാൻ എന്താവും എന്ന് അത്രയും ബോധം ആ കുട്ടിക്കുണ്ട്. കാരണം എന്റെ സ്കൂളിലെ ഒരു ടീച്ചർ മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവള് പഞ്ചാബിൽ പോയിട്ട് മറ്റേ എയർക്രാഫ്റ്റിന്റെ കുറെ കാര്യങ്ങൾ അന്ന് അവള് പറയാം. അപ്പൊ ഈ ടീച്ചർ എന്നും പറയും ഇവള് ഇങ്ങനെ പറയേണ്ട ഒറ്റ മോളാണ്, എങ്ങനെ ഇവിടെ എങ്ങനെ ഉണ്ട്. പക്ഷെ അവള് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് അവൾ അതിലേക്ക് എത്തി എന്നുള്ളതാണ്. കാരണം അത്രയും വർഷമായിട്ട് പോലും ആ കുട്ടിയുടെ ആ ഒരു ലക്ഷ്യം മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവർക്കൊരു 10 കഴിയുമ്പോൾ +2 കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിലിമിനറി അഫ്ലലിന് കയറിയവര്, ഡിഗ്രി അറബിക്കിന് കയറി, BA അറബിക്കിന് കയറിയവര്, എല്ലാവർക്കും ഒരു ലക്ഷ്യബോധമുണ്ട്. അറബിക്ക് തിരഞ്ഞെടുക്കുന്നവരുടെ ഒരു 90% അവര് ടീച്ചിങ് ഫീൽഡ് തന്നെയാണ് തിരഞ്ഞെടുക്കുക. ഇനി ഗൾഫിലോട്ട് പോയവരെല്ലാവരും PSC ചെയ്തിട്ട് തിരിച്ച് വരുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ കൂടെ മത്സരിക്കാനുള്ളവര് ചില്ലറക്കാരല്ല. നിങ്ങളെ കൂടെ മത്സരിക്കാനുള്ളവര് ചില്ലറക്കാരല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു എംഫിലാറിനെ പരിചയപ്പെട്ടു. ഞാൻ അന്തം വിട്ടുപോയി. അത്രയും ടോപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാര് വീണ്ടും PSCക്ക് ട്രൈ ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, BA അറബിക്കിന് നിൽക്കുന്ന ആളുടെ കൂടെ മത്സരിക്കാൻ വരുന്നത് എംഫിലിയാറാണ്. പക്ഷെ നിങ്ങൾ പേടിക്കണം മക്കളെ, നിങ്ങളൊന്നും പേടിക്കണ്ട. JRF ഉള്ള ആൾക്കാർ, അതിൽ വലിയ ടീമുകൾ പോലും PSC ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ മുന്നില് ഒന്നും അല്ലാണ്ടാവും. കാരണം എന്താണ്, നമ്മുടെ സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് രണ്ടും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലാതെ അവർക്ക് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ്, നഹ്വൊക്കെ കിട്ടും, ബലാവൊക്കെ കിട്ടും, അദബൊക്കെ കിട്ടും. പക്ഷെ അതല്ല, നമ്മള് നിത്യാഭ്യാസി ആനയെ ചുമക്കെന്ന് പറയണില്ല. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പൊ ഞാൻ ആ PSC അല്ല, നെറ്റ് കഴിഞ്ഞപ്പോ ഞാൻ നിർത്തിയ പഠനമാണ്. പക്ഷെ വീണ്ടും അൽമുർഷിദിന്റെ ക്ലാസ്സിൽ പോലും ഞാൻ കണ്ടിന്യൂസ് ഇരിക്കാറില്ല. പക്ഷെ ഇതെന്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട്, ഞാൻ ഏറ്റെടുത്തതുകൊണ്ട്, കണ്ടിന്യൂസ് ക്ലാസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് മറന്നുപോയ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നു. വീണ്ടും എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയി. സത്യത്തിൽ എനിക്ക് വീണ്ടും പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയി. ഞാൻ ഓർക്കട് വെറുതെ ആണെങ്കിലും വന്ന് അന്ന് ഇത് കൊടുത്തിട്ട് കൺഫർമേഷൻ കൊടുത്ത് എക്സാം എഴുതിയിരുന്നെങ്കിൽ കിട്ടുമല്ലോ. അതായത് ലിസ്റ്റിൽ വരാനെന്നല്ല, വെറുതെ ക്വസ്റ്റ്യൻ പരിചയപ്പെടാൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏത് കാര്യം ചെയ്യുന്നോ ആ കാര്യത്തിൽ നമ്മളെ തോപ്പിക്കാൻ ഒരു മനുഷ്യനും പറ്റൂല. അപ്പൊ ഈ PSC ഇനിയിപ്പോ നമുക്കൊരു ചോദ്യചിഹ്നം മുമ്പിൽ നിന്നാൽ പോലും മക്കളെ 2-3 വർഷം, ഏകദേശം എല്ലാ ലിസ്റ്റുകളും 1 വർഷം കഴിഞ്ഞോ ആവാൻ പോകണം. അപ്പോ ഇനി തൊട്ട് 2 വർഷം കഴിയുമ്പോൾ ഇതേപോലെ ഒരു എക്സാം സീരീസ് നമുക്ക് മുന്നിൽ വരികയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠനം തുടരുക. ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും എന്തെങ്കിലും വായിക്കുക എന്നുള്ളത് എടുത്തു വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠനം തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തും. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ PSC നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, എന്നാ അസ്സലാമു അലൈക്കും.